بسم الله الرحمن الرحيم ألف لام ميم تلك آيات الكتاب الحكيم هدى ورحمة للمحسنين الذين يقيمون الصلاة ويؤتون الزكاة وهم بالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون. السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره الكافرون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار وما توفيقي إلا بالله عليه توكلت وإليه أنيب إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات لهم جنات النعيم خالدين فيها وعد الله حقا وهو العزيز الحكيم. ولقد آتينا لقمان الحكمة أن اشكر لله ومن يشكر فإنما يشكر لنفسه ومن كفر فإن الله غني حميد. ألم تروا أن الله سخر لكم ما في السماوات وما في الأرض وأسبغ عليكم نعمه ظاهرة وباطنة ومن الناس من يجادل في الله بغير علم ولا هدى ولا كتاب منير. وإذا قيل لهم اتبعوا ما أنزل الله قالوا بل نتبع ما وجدنا عليه آباءنا أولو كان الشيطان يدعوهم إلى عذاب السعير. صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين. في الذاهبين الأولين من القرون لنا بصائر لما رأيت موارد للموت ليس لها مصادر ورأيت قومي نحوها تمضي الأصاغر والأكابر فأشهد أن الله لا رب غيره وأنك مأمون على كل غائب وأنك أدنى المرسلين وسيلة إلى الله يا ابن الأكرمين اللطائب
فكن لي شفيعا يوم لا ذو شفاعتي سواك بمغن عن سواد بلقاربي. ആദരണീയരായ സയ്യിദുമാർ, ഉലമാക്കൾ, ഈ വേദിയിൽ സദസ്സിൽ സന്നിഹിതരായ സ്നേഹജനങ്ങളെ, സഹോദരന്മാരെ, സഹോദരികളെ, സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ റമളാനിൽ സംഘടിപ്പിക്കുന്ന കോഴിച്ചെനയിലെ പ്രഭാഷണ പരിപാടിയുടെ 3-ാം ദിവസമായ ഇന്ന് മഹാന്മാരുടെ മാതൃക എന്നതാണ് നാം ചർച്ച ചെയ്യുന്നത്. വിശുദ്ധ ഖുർആനിലെ 31-ാമത്തെ അധ്യായം സൂറത്തുൽ ലുഖ്മാൻ, അത് പശ്ചാത്തലമാക്കി പ്രഭാഷണം നടത്തുമ്പോൾ തന്നെ ആ അധ്യായത്തിലെ സൂക്തങ്ങളോട് കൂറുപുലർത്തേണ്ടത് ഒരു ബാധ്യതയായി നാം കാണുന്നു. പക്ഷെ അതെങ്ങനെ സാധിച്ചെടുക്കും എന്ന് അറിയാത്തത് കൊണ്ട് കുറെ വചനങ്ങൾ നാം ഇവിടെ നിങ്ങളുടെ മുന്നിൽ വെക്കുക മാത്രം ചെയ്യുകയാണ്. ഈ സൂറത്തിലെ പ്രധാനമായ ഉള്ളടക്കം ഒന്ന് വിശുദ്ധ ഖുർആനിന്റെ മഹത്വവും ആശയ സമഗ്രതയുമാണ്. മറ്റൊന്ന് വിനോദങ്ങളിലേക്കും കളികളിലേക്കും പോകുന്ന മനുഷ്യനെ നന്മയിലേക്കും സത്യസന്ധതയിലേക്കും ആകർഷിച്ചെടുക്കുക എന്നതാണ്. വേറെ ഒന്ന് ഉള്ളത് ലുഖ്മാൻ തന്റെ കുട്ടിയോട് നൽകുന്ന ഉപദേശമാണ്. അത് ഇൻഷാ അല്ലാഹ് ശനിയാഴ്ച നമുക്ക് ചർച്ച ചെയ്യാം. 10 ഉപദേശങ്ങൾ. സൂറത്തുൽ ലുഖ്മാനിൽ മറ്റൊരു പ്രധാന കാര്യമുള്ളത്, അദ്ദേഹം ഒരു വ്യക്തിയാണ്. ഒരു വ്യക്തി ഖുർആനിലെ ഒരു ചർച്ചാ വിഷയമായി വരുന്നത് ഒന്നുകിൽ ഏറ്റവും മോശക്കാരനായി വരുമ്പോൾ, അല്ലെങ്കിൽ ഏറ്റവും ഉത്തമനായി വരുമ്പോൾ. വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലും കടന്നു വരുന്ന ഒരു കഥാപാത്രമാണ് ഇബ്ലീസ്. അത് വരാനുള്ള കാരണം അവന്റെ വൃത്തികേടാണ്. വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായി കടന്നു വരുന്ന പ്രവാചകന്മാർ ഏറ്റവും വലിയ മഹാപുരുഷന്മാർ ആണ് എന്നതുകൊണ്ട് അവരെ മാതൃകയാക്കാൻ ഖുർആൻ ഇടയ്ക്കിടെ ആഹ്വാനം ചെയ്യുന്നു. എന്നാൽ പ്രവാചകനൊന്നും അല്ലാതെ തന്നെ വലിയ മഹത്വങ്ങൾ ആർജിച്ചെടുത്ത് ജീവിതത്തിൽ സത്യസന്ധതയും ന്യായവും ലോകത്തിന് കാണിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ഒരു മഹൽ വ്യക്തിയായതുകൊണ്ട് ലുഖ്മാൻ എന്ന ആ ഉന്നതനായ പണ്ഡിതൻ, തത്വചിന്തകൻ, ഫിലോസഫർ, സ്കോളർ, ഒരു തയ്യൽക്കാരൻ, അദ്ദേഹം ഒരു കൂലിത്തൊഴിലാളിയാണ്, പാവപ്പെട്ടവനാണ്. പാവപ്പെട്ടവർക്ക് ഇസ്ലാം നൽകുന്ന പരിഗണന വരികൾക്കിടയിലൂടെ വായിക്കാം. ഏത് തൊഴിലെടുക്കുന്ന വ്യക്തിയായാലും ശരി, അയാൾ ന്യായമായത് പ്രവർത്തിക്കുകയും ഹലാലായത് ഭക്ഷിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അയാൾക്ക് മഹത്വമുണ്ട് എന്ന ആശയം ഖുർആൻ ഈ വരികളിലൂടെ നമ്മെ പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് ഈ പ്രഭാഷണ സദസ്സ് ഉദ്ദേശിക്കുന്ന പ്രധാനമായ ഒരാശയം മഹൽ വ്യക്തികളെ മഹാന്മാരായി കാണുകയും അവരുടെ മഹത്വത്തിന് മാർക്ക് നൽകുകയും അവരെ പിന്തുടരാൻ പ്രതിജ്ഞയെടുക്കുകയും ചെയ്യുക. സർവശക്തനായ അള്ളാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. മഹൽ വ്യക്തികൾ ഇവിടെ എന്താണ് ചെയ്തത് എന്ന് അന്വേഷിച്ചാൽ അവർ ചെയ്തത് അള്ളാഹു കൽപ്പിച്ചത് മാത്രമാണ് അവർ ചെയ്തിട്ടുള്ളത്. അള്ളാഹു കൽപ്പിക്കാത്തൊരു കാര്യവും മഹാന്മാർ ചെയ്യുന്നില്ല. എന്നാൽ പിന്നെ
ഖുർആനിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുക എന്ന ഒരു ഭാഷ മതിയല്ലോ. മഹാന്മാരെ പിൻപറ്റുക എന്നൊരു ഭാഷയ്ക്ക് എന്ത് ആവശ്യകതയാണുള്ളത്? മഹാന്മാരെ നാം പിൻപറ്റുന്നു, പിൻപറ്റാതെ തന്നെ അവർ ഉൾക്കൊണ്ട ആശയം ഉയർത്തിപ്പിടിച്ചാൽ പിന്നെ മഹാന്മാരെ പിൻപറ്റുക എന്ന് പറയുന്നതിന് എന്തർത്ഥമാണുള്ളത്? അങ്ങനെ ഒരു ചോദ്യം സ്വാഭാവികമായി വരാനുണ്ട്. ഇവിടെ നാം മനസ്സിലാക്കുക, ഇസ്ലാമിക ദർശനങ്ങളുടെ പരമ്പരാഗത ശൈലി മുറുകെ പിടിക്കുകയും അത് ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമായി മുസ്ലിമീങ്ങൾ വളരണം. പഴയ തലമുറയിൽപ്പെട്ട നല്ല വ്യക്തികളെ കുറ്റം പറയുന്നവരായി മുസ്ലിംകൾ വളരാൻ പാടില്ല. ലോകത്തിന്റെ അന്ത്യം വരുമെന്നും ആ അന്ത്യത്തിന് പല അടയാളങ്ങളും ഉണ്ടെന്നും പഠിപ്പിച്ച കൂട്ടത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലഅന ആഖിറു ഹാദിഹിൽ ഉമ്മത്തി അവ്വലഹാ. ലോകത്തിന്റെ അന്ത്യം അടുത്തു വരുമ്പോൾ അതിന്റെ ഒരു അടയാളം ആദ്യകാലത്ത് ജീവിച്ച ഉന്നതരായ വ്യക്തികളെ പിൽക്കാലക്കാർ ശപിക്കുക എന്നതാണ്. ഇന്ന് യഥാർത്ഥത്തിൽ ആ ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. മഹാന്മാരായ വ്യക്തികളെ കുറ്റം പറയുന്നത് ഇന്നൊരു ഹോബിയായി മാറിയിരിക്കുകയാണ്. ഇവിടെ മഹാന്മാർ എന്ന് പറയുമ്പോൾ നാം ചിന്തിക്കേണ്ടത് ആരാണ് മഹാന്മാർ? മഹത്വങ്ങൾ പല രൂപത്തിൽ വരാം. മഹത്വങ്ങൾ നൽകുന്നത് മുഴുവനും അള്ളാഹുവാണ്. അള്ളാഹു അറിയാതെ ഒരാൾക്ക് മഹത്വം ലഭിക്കുകയില്ല. ഏതെങ്കിലും ഒരു സ്വകാര്യമായ ഏർപ്പാടിലൂടെ ഒരാൾക്ക് മഹത്വം ആർജിച്ചെടുക്കാൻ കഴിയുകയില്ല. അല്ലാഹു തആല അവന്റെ പ്രവാചകന്റെ ചാനലിലൂടെ മനുഷ്യന് നൽകുന്ന സമ്മാനമാണ് മഹത്വം എന്ന് പറയുന്നത്. അത് 4-5 രൂപത്തിൽ മഹത്വങ്ങൾ കടന്നു വരും. അത് ഏതെങ്കിലും ഒരു പട്ടികയിൽ നമുക്ക് ഉൾപ്പെടാൻ കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു. പരിശുദ്ധ ഖുർആനിൽ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ഈ പ്രാർത്ഥന എല്ലാ ദിവസവും ആവർത്തിക്കുകയാണ്. ഇന്ന് രാവിലെ സുബഹിക്ക് പള്ളിയിൽ തന്നെ പോയി നാം ആ പ്രാർത്ഥന നിർവഹിച്ചു. ഇതുപോലെ മരണം വരെ പള്ളിയിൽ തന്നെ പോയി പരമാവധി സൗകര്യമുള്ള സമയത്തൊക്കെ പള്ളിയിൽ പോയി നിസ്കരിക്കാൻ ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട്, ഉലമാക്കളുടെ സാദാത്തുക്കളുടെ ആമീന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ പ്രാർത്ഥനയിൽ നമ്മൾ ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചത്, ഞങ്ങൾക്ക് നീ നല്ല വഴി കാണിച്ചു തന്ന് ആ നല്ല വഴിയിൽ നടത്തേണമേ, നല്ല വഴി കാണിച്ചു തരണേ എന്ന് മാത്രമല്ല ഇഹ്ദിനസ് സിറാത്തയുടെ അർത്ഥം. അങ്ങനെ ചില പരിഭാഷകളിൽ പറയാറുണ്ട്, അത് ശരിയല്ല. നല്ല വഴി കാണിച്ചു തരലും നല്ല വഴിയിൽ തന്നെ ഞങ്ങളെ ചേർത്തി മുന്നോട്ട് കൊണ്ടുപോകലും നിന്റെ ഭാഗത്തു നിന്ന് നീ അനുഗ്രഹമായി തരണമേ എന്നാണ് പ്രാർത്ഥന. എന്നിട്ട് പറയുന്നു, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച മഹാന്മാരായ വ്യക്തികളുടെ വഴിയിൽ ഞങ്ങളെ നയിക്കണം. ഇവിടെ ഖുർആനിന്റെയും സുന്നത്തിന്റെയും വഴിയിൽ ഞങ്ങളെ വഴി നടത്തേണമേ എന്ന് പ്രാർത്ഥിക്കുവാനല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുന്നത്. ഖുർആന്റെയും സുന്നത്തിന്റെയും വഴിയിൽ ഞങ്ങളെ നടത്തേണമേ എന്ന് പറയുന്നതിന് പകരം ഞങ്ങളെ നീ ഉന്നതന്മാരായ മഹാന്മാരുടെ വഴിയിൽ നടത്തേണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ ഇസ്ലാമിക സമൂഹത്തിലെ ഒരു പരിഗണിക്കപ്പെടേണ്ട ഒരു സമസ്യയാണ് മഹത് വ്യക്തികൾ എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ പൗരോഹിത്യം ഇസ്ലാമിൽ ഇല്ല. അങ്ങനെ ഒരു പ്രത്യേക മഹാന്മാർ എന്നൊരു തസ്തിക കൊടുത്ത് ചില ആളുകളെ ആദരിക്കുകയും മറ്റു ചില ആളുകളെ ഒരു 2ാം നമ്പർ ആക്കുകയും ചെയ്യുന്ന ഏർപ്പാട് പിന്നീട് ഇസ്ലാമിക സമൂഹത്തിൽ ഏതോ ഒരു കാലഘട്ടത്തിൽ കടന്നു വന്ന ഒരു വിരോധാഭാസമാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അത്തരം പ്രസ്ഥാനങ്ങളിലൊക്കെ അകപ്പെട്ടുപോയ ആളുകൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വേദിയായി ഇത് ഉപയോഗപ്പെടുത്തുകയും ഇത്തരം പ്രഭാഷണങ്ങളുടെ CD നിഷ്പക്ഷമതികളായ ആളുകളെ കേൾപ്പിക്കുകയും ചെയ്ത് നന്മയിലേക്ക് ക്ഷണിക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹത് വ്യക്തികൾ എന്നത് ഇസ്ലാമിലെ അറിയപ്പെട്ട ഒരു തസ്തികയാണ്. ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലു വല്ലദീന ആമനു അല്ലദീന യുഖീമൂന സ്വലാത്ത വയൂതൂന സകാത്ത വഹും റാക്കിഊൻ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, മഹത് വ്യക്തികളെ പറ്റി പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, ആരാണ് നിങ്ങൾക്ക് സംരക്ഷണം തരാൻ മാത്രം കഴിവുള്ള ആളുകൾ ആരാന്നറിയോ?
നിങ്ങൾക്ക് രക്ഷ തരാനും നിങ്ങളെ അനുഗ്രഹിക്കാനും പറ്റിയ ഏറ്റവും വലിയ കേന്ദ്രം അല്ലാഹുവാണ്. ഇന്നമാ വലിയുക്കുമുല്ലാഹ്, നിങ്ങളെ സംരക്ഷകൻ അല്ലാഹുവാണ്. നിങ്ങളെ സംരക്ഷിക്കാനുള്ള എല്ലാ കഴിവും ഉള്ള കേന്ദ്രമാണ് അല്ലാഹു. അല്ലാഹു നിങ്ങളെ മഹത്വത്തിലേക്ക് ക്ഷണിക്കുന്നവനാണ്. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം വയഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. അല്ലാഹുവാണ് മനുഷ്യന് മഹത്വം നൽകുന്നത്. ഒന്ന്. രണ്ടാമത്, ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു, അല്ലാഹുവിന്റെ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളുടെ രക്ഷകനാണ്. നിങ്ങളെ രക്ഷകനാണ് ആ നബി, ഉറപ്പ്. എത്ര ആളുകൾക്ക് ആ നബി രക്ഷ നൽകി. ഈ സൂറത്തു ലുഖ്മാൻ തന്നെ നോക്കിയാൽ, ലുഖ്മാൻ എന്ന അധ്യായവും അതുപോലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറ, ഈ രണ്ട് അധ്യായങ്ങളിലും ഖുർആനിൽ മറ്റു പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നു വിശുദ്ധ ഖുർആൻ കടന്നു വന്നിട്ടുള്ളത് തഖ്വയോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക് മാർഗം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. ലുഖ്മാൻ സൂറത്തിൽ പറയുന്നത് അലിഫ് ലാം മീം തിൽക ആയാതുൽ കിതാബിൽ ഹകീം ഹുദം വറഹ്മതൻ ലിൽ മുഹ്സിനീൻ الذين يقيمون الصلاة ويؤتون الزكاة وهم بالآخرة هم يوقنون. ഖുർആൻ കടന്നു വന്നത് ഹുദൻ, അത് സന്മാർഗം കാണിച്ചു കൊടുക്കാനാണ്. വറഹ്മതൻ, കാരുണ്യവുമായിട്ടാണ്. ലിൽ മുഹ്സിനീൻ, നല്ല ചിന്തയുള്ള, നല്ലത് ചിന്തിക്കുന്ന, ആളുകൾക്ക് ഗുണം ചെയ്യുന്ന, ആത്മാർത്ഥത പുലർത്തുന്ന ആളുകൾക്ക് കാരുണ്യവും സന്മാർഗവുമായിട്ടാണ് ഖുർആൻ വന്നത് എന്നാണ് സൂറത്തുൽ ലുഖ്മാനിൽ പറയുന്നത്. സൂറത്തുൽ ബഖറയിൽ പറയുന്നത് അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കാനാണ് ഖുർആൻ വന്നത്. അപ്പൊ നേരത്തെ തന്നെ സന്മാർഗത്തിൽ ആയ വ്യക്തികൾക്ക് വീണ്ടും സന്മാർഗം കാണിച്ചു കൊടുക്കുക എന്നതാണ് ഖുർആന്റെ സ്വഭാവമെങ്കിൽ, നേരത്തെ തന്നെ ആത്മാർത്ഥത പുലർത്തുകയും നിസ്കരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് സന്മാർഗവും കാരുണ്യവുമായിട്ടാണ് ഖുർആൻ വന്നത് എങ്കിൽ പിന്നെ ഖുർആന്റെ ആവശ്യം എന്താ ഉള്ളത്? അതിനു മുമ്പ് തന്നെ തഖ്വയും അതിനു മുമ്പ് തന്നെ നിസ്കാരവും സകാത്തും എല്ലാം ലഭിച്ചല്ലോ. അപ്പോ അവിടെ നാം മനസ്സിലാക്കണം, ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് ഖുർആനിലൂടെ അല്ല. ഖുർആനിലൂടെ അല്ല ഇസ്ലാമിലേക്ക് ആദ്യം ഒരു മനുഷ്യൻ കടന്നു വരുന്നത്, ഖുർആനിലൂടെ അല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ ആഗ്രഹമുണ്ട് എങ്കിൽ, ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ, നിങ്ങൾ അവരുടെ കയ്യിൽ ഖുർആനാകുന്ന വേദഗ്രന്ഥം കൊടുക്കുകയല്ല വേണ്ടത്. ഖുർആനാകുന്ന വേദഗ്രന്ഥം ഒരാളെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഇത് കൊണ്ടുപോയി വായിച്ചോളൂ, എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും പഠിക്കാനും കഴിയും, ഉഷാറാണ്, പോയിക്കോളൂ എന്ന് പറഞ്ഞ് അയാളെ കയ്യിൽ വിശുദ്ധ ഖുർആന്റെ വേദഗ്രന്ഥം അങ്ങോട്ട് കൊടുത്താൽ ആ മനുഷ്യൻ നന്നാകാൻ സാധ്യത കുറവാണ്. കാരണം ഖുർആൻ തിയറിയാണ്. ഖുർആൻ തിയറിയാണ്. ഈ തിയറിയെ പ്രാക്ടീസാക്കി ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന വ്യക്തികൾ ഉണ്ട്. ആ വ്യക്തികൾ നമുക്ക് ഖുർആനിനെ മനസ്സിലാക്കി തന്നുകൊണ്ട് നമ്മുടെ മുൻപിൽ സമർപ്പിച്ച ഹദീസിന്റെ ഗ്രന്ഥങ്ങളുണ്ട്, ചരിത്ര പുസ്തകങ്ങളുണ്ട്. അത് നാം ആദ്യമായി ഈ ഇസ്ലാം ആകാൻ ആഗ്രഹിക്കുന്നവന്റെ മുമ്പിൽ വെച്ചു കൊടുത്താൽ വേഗം അവ നന്നായി കിട്ടും. അങ്ങനെയാണ് ഇസ്ലാമിലേക്ക് മുഴുവൻ ആളുകളും വന്നത്. മഹാന്മാരായ ജനങ്ങളിലൂടെയാണ്, നേതാക്കളിലൂടെയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ് ജനങ്ങൾ കടന്നു വരുന്നത്. സൽമാനുൽ ഫാരിസി, ഞാനൊരു ഉദാഹരണം പറയുന്നു. പേർഷ്യക്കാരനായ സൽമാൻ പല മതങ്ങളെയും കുറിച്ച് പഠിച്ച വ്യക്തിയാണ്. ആദ്യം അദ്ദേഹം ജൂതമതത്തിലേക്ക് മെല്ലെ ചെന്നു, ജൂതമതത്തെ പറ്റി പഠിക്കാൻ. ജൂതന്മാരുടെ ഒരു അച്ഛനെ അദ്ദേഹം സമീപിച്ചു. പക്ഷേ അദ്ദേഹം പറയുന്നു, എനിക്കിതുകൊണ്ട് സമാധാനം കിട്ടുന്നില്ല. ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന മറ്റൊരു പ്രസ്ഥാനമായ ക്രിസ്തുമതം, ആ ക്രിസ്തുമതത്തിലേക്ക് ഞാനൊന്ന് ചെന്ന് നോക്കട്ടെ, അതിന്റെ അച്ഛന്മാരെ സമീപിക്കട്ടെ. അച്ഛനെ സമീപിച്ചു, അവിടെയും അയാൾക്ക് സമാധാനം ലഭിക്കുന്നില്ല. മൂന്നാമതായി അദ്ദേഹം ചെല്ലുന്നത്
ആരുടെ അടുത്തേക്കാണ്? വഅശ്ഹദു അന്നല്ലാഹ, നേരത്തെ സവാദുൽ ഖാരി പാടിയല്ലോ, വഅശ്ഹദു അന്നല്ലാഹ ലാ റബ്ബ ഗൈറുഹു, അല്ലാഹു അല്ലാതെ രക്ഷകനില്ല എന്ന് പഠിപ്പിച്ച ആ അല്ലാഹുവിനെ പറ്റി വളരെ വിശദമായി പഠിപ്പിച്ച, ജനകീയമായ രൂപത്തിൽ ഇസ്ലാമിനെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ച സൃഷ്ടാവിനെയും സൃഷ്ടികളെയും കുറിച്ച് പഠിക്കണമെന്നും അവരോടുള്ള കടപ്പാടുകൾ നിർവഹിക്കണമെന്നും മനസ്സിലാക്കി തന്ന സയ്യിദുനാ റസൂലുള്ളാഹി. ആ നബിയെ പോയി കാണണം എന്ന് ആഗ്രഹം വരികയും മദീനയിലേക്ക് പുറപ്പെടുകയും ചെയ്തു. പുറപ്പെടുന്ന സമയത്ത് തന്നെ സൽമാനോട് ആരോ പറഞ്ഞു, നിങ്ങൾ ഏതൊരു വ്യക്തിയുടെ സമീപത്തേക്കാണോ പോകുന്നത് ആ വ്യക്തിയിൽ 3 പ്രധാനപ്പെട്ട സംഗതികൾ കണ്ടാൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ പിന്തുടരാം, പിന്നെ നിങ്ങൾ മടിക്കണ്ട. കാരണം ബൈബിളിൽ പഴയ നിയമം തോറ അല്ലെങ്കിൽ തൗറാത്ത്, പുതിയ നിയമം ഇഞ്ചീൽ അല്ലെങ്കിൽ ബൈബിൾ, സങ്കീർത്തനങ്ങൾ ദാവൂദ് നബിയുടെ സബൂർ എന്ന് പറയുന്ന സങ്കീർത്തനങ്ങൾ, ഇതാണല്ലോ 3 വേദഗ്രന്ഥം. ആ 3 വേദഗ്രന്ഥം അവതരിച്ച മാസമാണ് റമദാൻ. അതുകൊണ്ട് നമുക്ക് മറ്റൊരു കാര്യം കൂടി പറയാം, ഈ റമദാൻ മാസം മുസ്ലിമീങ്ങൾ മാത്രം ബഹുമാനിക്കേണ്ട മാസമല്ല, എല്ലാവരുടെയും വേദഗ്രന്ഥം അവതരിച്ച മാസമാണ്. അതുകൊണ്ടായിരിക്കാം നമ്മുടെ നാട്ടുമ്പുറത്തൊക്കെ നമ്മോട് മറ്റു മതക്കാർ ഈ വ്രതത്തിന്റെ വിഷയത്തിൽ നന്നായി സഹകരിക്കുന്നത്. അപ്പൊ ഈ 3 വേദഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട് പിൽക്കാലത്ത് ഒരു പ്രവാചകൻ വരുന്നുണ്ട്. ആ പ്രവാചകന്റെ 3 അടയാളങ്ങൾ സൽമാനോട് ഈ ക്രിസ്ത്യൻ പാതിരി പറഞ്ഞു കൊടുത്തു. എന്താണ് പറയുന്നത്? ഒന്ന്, ഈ മുഹമ്മദ് നബിയുടെ അടുക്കൽ നിങ്ങൾ ചെന്ന് നിങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തെങ്കിലും സക്കാത്തിന്റെ വകുപ്പിൽപ്പെട്ട വല്ലതും നൽകിയാൽ പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യാൻ വേണ്ടി നീക്കിവെക്കേണ്ടതും പണക്കാരുടെ പണത്തിൽ നിന്ന് സക്കാത്തായി വേർതിരിക്കേണ്ടതുമായ വിഹിതം ഈ തിരുനബിയുടെ കയ്യിൽ കൊടുത്താൽ അവിടുന്ന് അത് തിന്നുകയില്ല. അവിടുന്ന് വേഗം തന്റെ സമീപത്തുള്ള പാവപ്പെട്ടവർക്കിടയിൽ വിതരണം ചെയ്യും. നബി അത് തിന്നൂല. ഇതാണ് ബൈബിളിൽ പറഞ്ഞിട്ടുള്ള ഒരു ഗുണം. ഇത് പരീക്ഷിച്ചു നോക്കാവുന്നതാണ്. സൽമാൻ, ഒന്ന് ചെന്ന് നോക്കൂ. ഇത് ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ വിശ്വസിക്കാം. രണ്ടാമത്, ആ മനുഷ്യൻ വലിയ അത്ഭുതമുള്ള ആളാണ്. ആയാതുഹു വൽ മുഅ്ജിസാതു കസീറത്തുൻ, ആയാതുഹു വൽ മുഅ്ജിസാതു കസീറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്ഭുതങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ വളരെ അധികമാണ്. സാധാരണ വ്യക്തിയല്ല, പല അത്ഭുതങ്ങളും ആ നബിയിൽ കാണാൻ കഴിയും. കല്ലുകൾ ആ നബിക്ക് സലാം പറയും, മൃഗങ്ങൾ ആ നബിക്ക് സലാം പറയും. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സാധനം തൊട്ടാൽ അതിൽ ബർക്കത്ത് വർദ്ധിക്കും. ആ നബിയുടെ കയ്യിൽ നിങ്ങളെ കാരക്കയുടെ ചൊളയങ്ങ് കൊടുത്താൽ ആ കാരക്ക വർദ്ധിക്കുന്നത് കാണാം. പരീക്ഷിച്ചു നോക്കൂ. സുബ്ഹാനല്ലാഹ്, സൽമാനുൽ ഫാരിസി 25 ചുള കാരക്കയാണ് അങ്ങോട്ട് കൊണ്ടുപോയത്. സാധുക്കളായ ആളുകളുടെ ഇടയിൽ വിതരണം ചെയ്തു. അതിന്റെ ആ കാരക്കയുടെ കുരുക്കൾ മുഴുവനും ഒരു സുപ്രയിൽ വെച്ചു. അല്പം കഴിയുമ്പോഴേക്ക് 1000-ലധികമായി അത് വർദ്ധിച്ചു. സൽമാൻ അത് രണ്ടും കാണുകയാണ്. മൂന്നാമത് പാതിരി പറയുന്നു, അല്ലയോ സൽമാനെ, ആ മുഹമ്മദ് നബിക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ട്, ഒരു അടയാളമുണ്ട്. ആ അടയാളം എവിടെയാണെന്ന് അറിയാമോ? ഷോൾഡറിലാണ്. ആ ഷോൾഡറിന്റെ ഭാഗത്ത് ഒരു ചെറിയ സീലുണ്ട്. സുബ്ഹാനല്ലാഹ്, ആ സീല് കണ്ടാൽ മനസ്സിലാക്കിക്കൊള്ളണം അത് പ്രവാചകനാണ്. അങ്ങനെ സൽമാനതാ പോകുന്നു. എന്നിട്ട് മൂന്നാമത്തെ അടയാളം, മൂന്നാമത്തത് ഈ അടയാളമാണ്. ഈ അടയാളം കാണാൻ വേണ്ടി സൽമാൻ ഇങ്ങനെ നോക്കുകയാണ്. പക്ഷേ ഷർട്ടയിക്കാതെ ഇത് കാണുകയില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെങ്കിൽ കന്യകയാക്കയാൽ ലജ്ജയുള്ള ആളാണ്. ഒരു കന്യകയായ പെണ്ണിന് എത്രയാണോ ലജ്ജ, അതിനേക്കാൾ ലജ്ജയാണ്. അതുകൊണ്ട് എപ്പോഴും വസ്ത്രം ധരിക്കും. വീട്ടിൽ ചെന്നാലും പെട്ടെന്ന് വസ്ത്രം അഴിച്ചു വെക്കില്ല. ഇന്ന് അറബികളിൽ കാണുന്ന കൾച്ചർ, നമ്മളെ കൾച്ചർ വേറെയാണ്. നമ്മളുടെ എല്ലാ വസ്ത്രവും അഴിച്ച് ഒരു ഒറ്റമുണ്ടിൽ നിൽക്കാൻ എത്ര സമയം കഴിയുമോ അത്രയും നിൽക്കുക എന്നതാണ് നമ്മുടെ നാട്ടിലെ കൾച്ചർ. നമ്മളെ കൾച്ചറിനെ നമ്മളേതായാലും കുറ്റം പറയേണ്ട, നല്ല കൾച്ചർ മറ്റേതാണെന്ന് പറഞ്ഞാൽ മതി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വസ്ത്രം ഒന്ന് അഴിച്ചാൽ ആ ഷോൾഡറിന്റെ ആ ഭാഗം ഒന്ന് കാണാമായിരുന്നു എന്ന് സൽമാൻ ആഗ്രഹിച്ചു. കുറെ ദിവസം ഇങ്ങനെ കറങ്ങി നടന്നു. ഇത് കാണാതെ ഏതായാലും ഇസ്ലാമിൽ വരുമ്പോ ഒരു സമാധാനം വേണ്ടേ? അങ്ങനെ നടന്ന് കാണുന്നില്ല. ഒരു ദിവസം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതാ ഒരു വ്യക്തി മരണപ്പെട്ടപ്പോൾ ആ വ്യക്തിയെ ഖബറിൽ മറവ് ചെയ്യാനെത്തുന്നു. ഈ സംഭവങ്ങൾ മുഴുവനും താരീഖുസ് സഹാബ അബൂ നുഐം റിപ്പോർട്ട് ചെയ്തതായി കാണാം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മയ്യത്തിനെ ഖബറിലേക്ക് താഴ്ത്തുകയാണ്. ആ താഴ്ത്തുന്ന സമയം സൽമാൻ വിചാരിച്ചു, ഇപ്പത് കാണാം, എല്ലായിടത്തും ഉണ്ടാവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിയിൽ മിഹ്റാബിൽ നോക്കിയാൽ അവിടെ നേതാവാണ്. മിമ്പറിൽ നോക്കിയാൽ നബി തങ്ങൾ അവിടെയുണ്ട്. ആടിനെ മേയ്ക്കുന്ന വിഷയം നോക്കിയാൽ നബി ആടിനെ മേയ്ക്കുന്ന അവിടെയും ഉണ്ട്. കച്ചവടത്തിന്റെ വിഷയം നോക്കിയാൽ അവിടെയും നബിയുണ്ട്. ഏത് മേഖലയിലും നബി നിറഞ്ഞു നിൽക്കുന്നു. സുബ്ഹാനല്ലാഹ്. ആരെങ്കിലും മരിച്ചാൽ ആ മരിച്ച വീട്ടിൽ ഉടനെ എത്തുന്നു. ആ മയ്യത്തിന് കഫൻ ചെയ്യാൻ കൂടുന്നു, മറവ് ചെയ്യാൻ ഒത്താശ ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയുടെ മയ്യത്ത് ഖബറിലേക്ക് താഴ്ത്തുന്നു. സൽമാനുൽ ഫാരിസി ഉറപ്പിച്ചു, ഇന്നെനിക്ക് കാണണം, ഈ അടയാളം കാണണം. മെല്ലെ ഒരു തട്ടം മാത്രം ഷർട്ട് കഴിച്ചെങ്കിലും തട്ടം ശരീരത്തിലുണ്ടായിരുന്നു. തട്ടത്തിന്റെ ഒരറ്റം സൽമാൻ മെല്ലെ ഇങ്ങോട്ട് വലിച്ചു. അടയാളം കണ്ടു. ഫഅറഫ്തു ഖാതമുൻ നുബുവ്വതി അലാ ആതിഖി റസൂലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുമരിൽ ആ ഖാതമുൻ നുബുവ്വത്തിന്റെ അടയാളം എന്റെ കണ്ണുകൊണ്ട് എനിക്ക് കാണാൻ കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കി എന്നോട് പറഞ്ഞു, ഒന്ന് മാറി നിൽക്കും മോനെ എന്ന് പറഞ്ഞു. എന്താണ് നമ്മളെ ഷോൾഡറിലെ ഈ തുണി ഇങ്ങനെ വലിക്കുന്നു? പല ആളുകളുണ്ടല്ലോ, പലയാതി വലികളുണ്ടല്ലോ. ഏത് വലിയാന്ന് അറിയണ്ടേ? ശത്രുക്കളുണ്ടല്ലോ അവിടെ. അവസാനം സൽമാൻ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തു. ഞാൻ ഇതിനു വേണ്ടി കുറെ ദിവസമായി തങ്ങളെ നടക്കുന്നു. ആ ഒരു വിശ്വാസമങ്ങ് ഉറച്ചപ്പോൾ സൽമാനുൽ ഫാരിസി ഇസ്ലാം മതത്തിൽ വിശ്വാസമർപ്പിച്ച് വലിയ നേതാവായി മാറി. സുബ്ഹാനല്ലാഹ്. സഅദ് ഇബ്നു അബീ വഖാസും ആ സൽമാനും എത്ര വലിയ നേതാക്കളായി മാറി. മദാ ഖസറൽ ആലം ബിൻഹിതാത്തിൽ മുസ്ലിമീൻ എന്ന പേരിൽ വടക്കേ ഇന്ത്യയിൽ ഒരു വലിയ പണ്ഡിതൻ എഴുതിയ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ പറയുന്നത് കാണാം, ഇറാഖിന്റെ അപ്പുറവും ഇപ്പുറവും രണ്ട് നദി ഉണ്ട്. ഒന്ന് യൂഫ്രട്ടീസും ഒന്ന് ടൈഗ്രീസും. ആ രണ്ട് നദികളിൽ ഒരു നദി മുറിച്ചു കടന്ന് അക്കരയ്ക്ക് പോകാനൊരുങ്ങുമ്പോൾ ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ആ പുഴ കടക്കുമ്പോൾ പാലമില്ല. സൽമാനെ വിളിച്ചു എന്നാണ്. സൽമാനെ വരൂ, വാ, വഞ്ചിയും വള്ളവും ഒന്നും വേണ്ട, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ദിക്റും ചൊല്ലി രണ്ടാളും അതാ പുഴ കടക്കുന്നു. അത്ര വലിയ ഈമാന്റെ ഉടമകളായി മഹാന്മാരായ സ്വഹാബത്ത് മാറാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകുന്ന രക്ഷകനെ മുറുകെ പിടിച്ചത് കൊണ്ടാണ്. അവ ഖുർആൻ പഠിക്കാനും ഖുർആൻ മനസ്സിലാക്കാനും ഇസ്ലാമിനെ മനസ്സിലാക്കാനുമുള്ള ഏറ്റവും നല്ല മാർഗം അൽ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉൾക്കൊള്ളലാണ്, നബിയെ രക്ഷകനായി കാണലാണ്. അത് പറഞ്ഞിട്ട് പിന്നെ പറയുന്നു, വല്ലദീന ആമനു അല്ലദീന യുഖീമൂന സ്വലാത്ത വയൂതൂന സകാത്ത വഹും റാക്കിഊൻ. നിങ്ങളുടെ രക്ഷകൻ അല്ലാഹുവാണ്. നിങ്ങളെ അനുഗ്രഹിക്കുന്ന രണ്ടാമത്തെ ആൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നിങ്ങൾക്ക് അനുഗ്രഹം തരുന്ന മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതാരാണ്? വല്ലദീന ആമനു, മഹാന്മാരായ ആളുകൾ. അള്ളാഹു മാത്രമല്ല നിങ്ങളെ അനുഗ്രഹിക്കുന്നത്. നമ്മള് ഇതൊക്കെ സാധാരണയായി ഇവിടെ യഥാർത്ഥ അനുഗ്രഹം, പ്രയോഗത്തിൽ വാക്കിലുള്ള അനുഗ്രഹം എന്നൊക്കെ രണ്ടാക്കി വേർതിരിച്ച് വെറുതെ അങ്ങനെ സ്ക്രീൻ ചെയ്യേണ്ട ആവശ്യമല്ല. കാരണം സാധാരണ നമ്മളൊക്കെ മനുഷ്യന്മാരാണല്ലോ, മനുഷ്യന്മാരോടാണ് ഈ പ്രസംഗിക്കുന്നത്, കേൾക്കുന്നത് മനുഷ്യന്മാരോടാണ് ഞാൻ പറയുന്നത്. ആ സാധാരണ ബുദ്ധി കൊണ്ട് ആലോചിച്ചാലറിയാം, മനുഷ്യനെ അനുഗ്രഹിക്കുന്ന മറ്റൊരു വിഭാഗം മഹാന്മാരാണ്. വല്ലദീന ആമനു
ആരാണ് മഹാന്മാർ? അല്ലദീന യുഖീമൂനസ് സ്വലാത്ത്. മഹാന്മാരുടെ ഒരു അടയാളം നിസ്കാരമാണ്. എപ്പോഴെങ്കിലും നിസ്കരിക്കലല്ല, നിസ്കാരം അതിന്റെ കൃത്യമായി നിർവഹിക്കുന്ന സംസ്കാരം ഏതൊരു വ്യക്തിയിലുണ്ടോ അവൻ മഹാനാണ്. വയൂതൂനസ് സകാത്ത. പ്രധാനമായി ആ രണ്ട് കർമ്മം നിർവഹിക്കുന്ന ആളുകൾ മഹാന്മാരാണ്. വല്ലദീന ആമനുല്ലദീന യുഖീമൂനസ് സ്വലാത്ത വയൂതൂനസ് സകാത്ത വഹും റാകിഊൻ. അപ്പൊ ഇസ്ലാമിക സങ്കല്പത്തിൽ മഹാന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ട്. അതിനെപ്പറ്റി ഖുർആനിന്റെയും സുന്നത്തിന്റെയും വെളിച്ചത്തിൽ നമുക്ക് നിരവധി തെളിവുകളിലൂടെ പറയാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അപ്പോൾ മഹാന്മാരായ ആളുകളെ ബന്ധപ്പെടുകയും അവരുടെ മഹത്വം അംഗീകരിക്കുകയും അവരുടെ വഴി പിന്തുടരുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഇസ്ലാമിക സമൂഹത്തിനുണ്ടായേ പറ്റൂ എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ എങ്ങനെയാണ് ഒരു വ്യക്തി മഹത്വം ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത്? എങ്ങനെയാണ് പ്രവാചകത്വം ലഭിക്കുന്നത്? അത് അധ്വാനിച്ചാൽ കിട്ടുന്നതല്ല. പ്രവാചകത്വം അധ്വാനിച്ചാൽ കിട്ടുന്നതല്ല, അധ്വാനിച്ച് കിട്ടുന്ന ഒരു പരിപാടിയല്ല. ഒരു പരീക്ഷ എഴുതിയിട്ട് ആ പരീക്ഷയിൽ ജയിക്കുകയാണെങ്കിൽ നിന്നെ പ്രവാചകനാക്കാം, തോൽക്കുകയാണെങ്കിൽ കുറെ കാലം കൂടി നീ ഇതേ രൂപത്തിൽ നടക്കേണ്ടി വരും എന്ന അർത്ഥത്തിലുള്ള ഒരു ടെസ്റ്റോ കോഴ്സോ അല്ല പ്രവാചകത്വം. പ്രവാചകത്വം കഴിഞ്ഞ് പിന്നെ വേറെ കുറെ മഹത്വങ്ങളുണ്ട്. ഭഗവത്ഗീത പറയുന്നു, കർമ്മം കൊണ്ടാണ് മനുഷ്യന് മഹത്വം എന്ന് പറയുന്നു. ഇസ്ലാമും ഏതാണ്ട് അത് തന്നെയാണ് പറയുന്നത്. കർമ്മം കൊണ്ട് മഹത്വമുണ്ട്. വിശ്വാസവും വേണം, കർമ്മവും വേണം. വിശ്വാസവും കർമ്മവും ഉണ്ടെങ്കിൽ ഒരു മനുഷ്യനെ മഹത്വം ആർജിക്കാൻ കഴിയും. എന്നാൽ വിശ്വാസത്തിന്റെയും കർമ്മത്തിന്റെയും പ്രായം വരുന്നത് പ്രായപൂർത്തിയോടുകൂടിയാണ്. പ്രായപൂർത്തിയുടെ മുൻപ് വിശ്വാസത്തിന്റെയും കർമ്മത്തിന്റെയും ബാധ്യതകളില്ല. ഒരു 2 വയസ്സുള്ള ഒരു കുട്ടി, 2 വയസ്സ്, 3 വയസ്സ്, 4 വയസ്സ്, 5 വയസ്സ്, 6 വയസ്സ്, 9 വയസ്സിന്റെ മുൻപുള്ള ഏതൊരു കുട്ടിയാവട്ടെ, ആ കുട്ടിക്ക് വിശ്വാസമോ കർമ്മമോ നിർബന്ധമായി വരുന്ന ഒരു സാഹചര്യവും ഇല്ല. അപ്പൊ പിന്നെ അവര് മഹാന്മാരാകുന്നില്ലല്ലോ. അവിടെ ഇസ്ലാം എന്ത് ചെയ്തു? മഹത്വത്തിന്റെ മാനദണ്ഡം വിശ്വാസവും കർമ്മവും മാത്രമല്ല, പിന്നെയോ അത് രണ്ടും ഇല്ലാതെ തന്നെ ചിലപ്പോൾ ചില വ്യക്തികൾക്ക് അല്ലാഹു മഹത്വത്തിന്റെ പദവികൾ നൽകാറുണ്ട്, നൽകിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് അഹ്ലു ബൈത്ത്. ചെറിയ ഉദാഹരണം പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്താന പരമ്പര, ആ സന്താന പരമ്പര വിശ്വാസവും കർമ്മവും വരുന്നതിന് മുൻപ് തന്നെ അവർ വിശുദ്ധിയുള്ളവരാണ്. അതിനും പുറമെ ബാപ്പയോ ഉമ്മയോ ഏതെങ്കിലും ഒരാൾ വിശ്വാസിയാണ് എങ്കിൽ, അച്ഛനോ അമ്മയോ ഏതെങ്കിലും ഒരാൾ മുസ്ലിമാണ് എങ്കിൽ ആ കുട്ടിക്ക് വിശുദ്ധി കൈവരുന്നു. ആ കുട്ടിയുടെ മയ്യത്ത് മറവ് ചെയ്യേണ്ടത് മുസ്ലിമീങ്ങളുടെ ഖബർസ്ഥാനിലാണ്. ഈ വിഷയത്തിലൊക്കെ വേണ്ടാത്ത ഓരോ വാദങ്ങൾ കൊണ്ടുവന്ന് ഇസ്ലാമിക സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ ഉള്ളതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. പക്ഷേ ആരൊക്കെയാണ് വിമർശിക്കുന്ന ആളുകൾ എന്ന് പേരെടുത്ത് ഞാൻ പറയുന്നില്ല. വസ്തുതകൾ മാത്രം മനസ്സിലാക്കുക. ഒരു കുട്ടി ജനിച്ചു, ആ കുട്ടിയുടെ ബാപ്പയും ഉമ്മയും, അമ്മയും അച്ഛനും, അതിലെ ഒരാള് മുസ്ലിമാണ്. ഈ കുട്ടിയെ പ്രസവിച്ച ഉമ്മ മുസ്ലിമാണ്. ഈ കുട്ടിക്ക് ഇവിടെ ജന്മം നൽകിയ ഈ കുട്ടിയുടെ ബാപ്പയാകട്ടെ അമുസ്ലിമാണ്. ബാപ്പ അമുസ്ലിമാണ്, ഉമ്മ മുസ്ലിമത്താണ്. എന്നാൽ ആ കുട്ടിക്ക് വിശുദ്ധി ഉണ്ടോ ഇല്ലേ? ഇസ്ലാം പറയുന്നു ആ കുട്ടിക്ക് മുസ്ലിം നാമകരണം നടത്തണം. ആ കുട്ടിയെ മറവ് ചെയ്യേണ്ടത് മുസ്ലിമീങ്ങളുടെ ഖബർസ്ഥാനിലാണ്. ഈ കുട്ടിക്ക് വിശ്വാസമുണ്ടോ കർമ്മമുണ്ടോ? പ്രായപൂർത്തിയായിട്ടുള്ള ചെറിയ കുട്ടിയാണ്. എന്താ കാരണം? അതിന്റെ കാരണം ആ കുട്ടിക്ക് ജന്മം നൽകിയതിൽ പങ്കാളിയായിട്ടുള്ള മാതാപിതാക്കളിൽ ഒരാൾ
അള്ളാഹുവിന്റെ മതം സ്വീകരിച്ച വ്യക്തിയായതുകൊണ്ട് ആ കുട്ടിയിലേക്ക് വിശുദ്ധിയത കടന്നു വരുന്നു. അല്ലാഹ് വലിയ ഭാഗ്യമാണ്. ഏതെങ്കിലും ഒരു കുട്ടി, ആ കുട്ടിയുടെ ബാപ്പയോ ഉമ്മയോ ഇസ്ലാമിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമിന്റെ അംഗമാണെങ്കിൽ ആ കുട്ടിയിലേക്ക് മഹത്വമത കടന്നു വരുന്നു. അതോടുകൂടി ആ കുട്ടിയെ ബഹുമാനിക്കേണ്ടി വരുന്നു. ഒരു മുസ്ലിയാരാകണമെന്നില്ല ബഹുമാനമാർജിക്കുവാൻ, സയ്യിദാകണമെന്നില്ല ബഹുമാനമാർജിക്കുവാൻ. സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു വ്യക്തി ഈമാനുണ്ട് എങ്കിൽ, നിസ്കാരമുണ്ട് എങ്കിൽ, അള്ളാഹുവിന്റെ മതത്തെ മതമായി അംഗീകരിക്കുന്നുണ്ട് എങ്കിൽ ആ വ്യക്തിക്ക് ബഹുമാനത്തിന് അർഹതയുണ്ട്. അവരെ ബഹുമാനിക്കേണ്ടത് നമ്മളെ ബാധ്യതയാണ്. അള്ളാഹുവിന്റെ 100 പേരുകളിൽ ഒരു പേരാണ് അൽ മുഅ്മിൻ. ആ പേര് അള്ളാഹു അവന്റെ അടിമക്ക് ഇട്ടിരിക്കുന്നു. സഹോദരന്മാരെ, ഈ പ്രസംഗിക്കുന്ന എന്നെപ്പറ്റി നിങ്ങൾക്ക് പറയാം അൽ മുഅ്മിൻ. നിങ്ങളെ സംബന്ധിച്ച് എനിക്കും പറയാം അൽ മുഅ്മിൻ. ഈ പേര് അള്ളാഹുവിന്റെ പേരാണ്. അള്ളാഹിന്റെ പേര് അവന്റെ അടിമകളെ പറ്റി പറഞ്ഞാൽ ശിർക്ക് വരില്ലേ? വരുമെങ്കിൽ അള്ളാഹു അങ്ങനെ പേരിടുമോ? അള്ളാഹുവിന്റെ പേര് അള്ളാഹ് അവന്റെ അടിമക്ക് തന്നെ ഇടുന്നു, അൽ മുഅ്മിൻ എന്ന് പേരിടുന്നു. അപ്പൊ ആ പേര് നമുക്ക് അള്ളാഹ് തന്നിരിക്കുകയാണ്. കാരണം അള്ളാഹുവിലുള്ള വിശ്വാസം നമുക്കുള്ളത് കൊണ്ട് നമ്മളും ആ അള്ളാഹുവിന്റെ അടിമയായ നമുക്കും അള്ളാഹു തആല പ്രത്യേകമായ ഒരു ടൈറ്റിൽ നൽകി ബഹുമാനിക്കുന്നു. ഈ എന്തിനാണ് നല്ല നല്ല ആളുകളെ നമ്മൾ കുറ്റം പറയുന്നത്? സമയം പോകാൻ വേണ്ടി ഗീബത്ത് പറയുന്ന ആളുകൾ വളരെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കണം. സുബ്ഹാനല്ലാഹ്, ഒരു ദഅവത്തിന് വേണ്ടി, ഒരു ആഹാര സദ്യക്ക് വേണ്ടി കുറെ ഉലമാക്കളെ, കുറെ ഉസ്താദുമാരെ ഒരാൾ അതാ ക്ഷണിക്കുന്നു. ഒരു നോമ്പുകാർക്ക് ക്ഷണിക്കുകയാണ്. കുറെ ഉസ്താദുമാരെയും മുത്തഅല്ലിമീങ്ങളെയും ക്ഷണിച്ചു. നിങ്ങൾ നമ്മളെ വീട്ടിൽ വൈകുന്നേരം ഒന്ന് വരണം എന്ന് പറഞ്ഞ് ക്ഷണിച്ചു. അവർ നേതാവുണ്ട്, കുറെ മുത്തഅല്ലിമീങ്ങളുണ്ട്, കുറെ സാധുക്കളുണ്ട്, ദിക്റും സലാത്തും ഒക്കെ ചെല്ലുന്ന കുറെ പാവപ്പെട്ട ആളുകൾ. അവരെല്ലാരും കൂടി ആ വീട്ടിലേക്ക് അങ്ങ് പുറപ്പെടുന്നു. എല്ലാരും ഇങ്ങനെ വരി വരിയായിട്ട് പോകുമ്പോൾ സംഭവം നടക്കുന്നത് ബസറയിലാണ്. അവിടെ അങ്ങാടിയിലുള്ള ഒരു പച്ചക്കറി കച്ചവടക്കാരൻ, ബക്കാല, ജിദ്ദയിലൊക്കെ ഉള്ളവർക്ക് പരിചയമുള്ള ബക്കാൽ, പച്ചക്കറി കച്ചവടക്കാരൻ. അവൻ അവിടുന്ന് ഉറക്കെ വിളിച്ചു പറയുന്നു, ആ എവിടെയോ ഒരു തീറ്റക്ക് പോവുകയാണ്. ഈ പോകുന്ന മുഴുവൻ ആളുകളും അൽ മുസ്തഹില്ലൂൻ, എല്ലാം ഇങ്ങനെ തീറ്റ കിട്ടാൻ വേണ്ടി എന്ത് തെറ്റും ചെയ്യുന്ന ആളുകളാണ്. ഹക്കും ബാത്തിലുമില്ലാത്തവരാണ് ഈ പോകുന്നത്. ഒരു തീറ്റ എവിടെങ്കിലും കിട്ടുകയാണെങ്കിൽ അവിടെയൊക്കെ അവര് പോകും. കടം വാങ്ങി അവര് കൊടുക്കൂല. ഇന്ന് എവിടെയോ ഒരു പരിപാടി ഉണ്ട്, വെട്ടുകിളി പോകും പോലെ കണ്ടോ പോകുന്നു എന്ന് അതാ ഈ പച്ചക്കറിക്കാരനങ്ങ് പറയുന്നു. ഈ പോകുന്ന കൂട്ടത്തിൽ നല്ല നല്ല മനുഷ്യന്മാരുണ്ട്. സുബ്ഹാനല്ലാഹ്, എല്ലാം നല്ലവര് തന്നെയാണ്, നല്ല ആളുകളാണ്. നലവേറും അറഫാ നാൾ പശുവേ പൈച്ചാരേ, ഇതിനോ പടച്ചെന്ന് പശുവ് പറഞ്ഞോവർ. ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി 10 വയസ്സ് പ്രായമുള്ള കാലം, 10 വയസ്സ് പ്രായമുള്ള കാലം, അറഫയുടെ ദിവസം പശുവിനെയും മേച്ചുകൊണ്ട് പശുവിന്റെ പിന്നാലെ അങ്ങനെ പോകുമ്പോൾ, ആ പശുവിന്റെ പിന്നാലെ നടക്കുന്ന സമയം അതാ ഒരു അശരീരി കേൾക്കുന്നു. എല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബ് വളരെ വലിയവനാണ്. അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് വിളി വരുന്നു, അലിഹാദാ ഖുലിഖ്ത യാ അബ്ദുൽ ഖാദിർ, മോനെ നിന്നെ പടച്ചത് ഇതിനു വേണ്ടിയാണോ? നലവേറും അറഫാ നാൾ പശുവേ പായിച്ചാരെ, ഇതിനോ പടച്ചെന്ന് പശുവ് പറഞ്ഞോവർ. ഇതിനു വേണ്ടിയാണോ നിന്നെ പഠിച്ചത്? ഈ പശുവിന്റെ കൂടെ നടക്കേണ്ട ആളാണോ നീ? നീ മനുഷ്യന്മാരെ കൂടെ നടന്ന് അവരെ നന്നാക്കേണ്ട വലിയ ഉത്തരവാദിത്തമുള്ള ആളല്ലേ? ഉടനെ തന്നെ ആ കുട്ടി ഉമ്മാന്റെ അടുത്തേക്ക് ഓടുന്നു. ഉമ്മയോട് ചെന്ന് പറയുന്നു, ഉമ്മ എനിക്ക് കിതാബ് പഠിക്കാൻ പോകണം. ഉമ്മ അതാ പറയുന്നു, നിനക്ക് ഞാൻ എല്ലാ സമ്മതവും തന്നു. ആ പൊരുത്തവും വാങ്ങി ആ കുട്ടി അതാ പഠിക്കാൻ പോകുന്നു. ചില ആളുകളുടെ വിജയത്തിന്റെ രഹസ്യങ്ങൾ, മഹാന്മാരുടെ വാക്കുകൾ, ഉമ്മയിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങൾ, ബാപ്പയിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങൾ,
ഈ പച്ചക്കറിക്കാരൻ പറയുന്നു, ഇപ്പോകുന്ന ആളുകൾ മുഴുവനും കടം വാങ്ങിയാൽ കൊടുക്കാത്തവരാണ്. ഇത് കേൾക്കുമ്പോൾ, ഇത് കേട്ടപ്പോൾ അവരിൽപ്പെട്ട ഒരു പണ്ഡിതൻ മനസ്സ് വല്ലാതെ വേദനിച്ചു. അവൻ ഉടനെ തന്നെ ആ പച്ചക്കറി കച്ചവടക്കാരന്റെ സമീപത്ത് നിന്ന് ചോദിക്കുന്നു, ഓ മനുഷ്യ, നിങ്ങൾക്ക് ആരാണ് തരാനുള്ളത്? എത്രയാ തരാനുള്ളത്? ഇയാള് പറഞ്ഞു, ഏതോ ഒരാൾ, കണ്ടാ ഞാൻ അറിയൂല, എല്ലാരും ഒരുപോലെ ആയതുകൊണ്ട് കണ്ടാ അറിയില്ല, ഇവിടുന്ന് കടം വാങ്ങിപ്പോയതാ, 100 ദിർഹം തരാനുണ്ട്. അപ്പൊ ഈ മനുഷ്യൻ തന്നെ കീശയിൽ ഇങ്ങനെ കൈയിട്ട് നോക്കുമ്പോ ഈ പൈസ കൊടുക്കാൻ കയ്യിലൊന്നുമില്ലല്ലോ. അങ്ങനെ ആ സദ്യ നടക്കുന്ന വീട്ടിലേക്ക് പോവുകയും സദ്യയിൽ കൈവെക്കുന്നതിന് മുൻപ്, ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ആ വീട്ടുകാരനോട് അദ്ദേഹം ആവശ്യപ്പെട്ടു, യാ സ്വാഹിബദ് ദഅവ, യാ സ്വാഹിബദ് ദാർ, അല്ലയോ വീട്ടുകാരാ, ഒരു 100 ദിർഹം എനിക്ക് തരണം. എന്തിനാന്ന് വെച്ചാൽ ഒരാവശ്യമുണ്ട്. വേഗം അത് വാങ്ങി ആ പച്ചക്കറിക്കാരന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ്. ഇതാ കടം ഞാൻ വീട്ടിയിരിക്കുന്നു. അതവിടെ വീട്ടിൽ നല്ല വ്യക്തികളെ അവരുടെ അഭിമാനം രക്ഷിക്കുവാൻ വേണ്ടി ആരെങ്കിലും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാൽ അവർക്ക് ലഭിക്കുന്ന പൊരുത്തം വളരെ വലിയ പൊരുത്തമാണ്. ഒരാൾ കടത്തിൽ കുടുങ്ങിയിരിക്കുന്നു, അവന് വയ്യ, അവനെ സഹായിക്കാൻ വേണ്ടി പണക്കാരനായ ഒരു വ്യക്തി പള്ളിയിൽ വെച്ചോ അല്ലാത്ത സ്ഥലത്ത് വെച്ചോ കുറെ പണമെല്ലാം കളക്ട് ചെയ്ത് ആ പാവപ്പെട്ടവനെ സഹായിച്ചാൽ അവിടെ കിട്ടുന്ന ഗുണമേതാണെന്നറിയോ? അല്ലാഹു തആല ബഹുമാനിച്ച ഈമാനുള്ള മനുഷ്യന്മാരെ ബഹുമാനിച്ച കൂലി മനുഷ്യന് ലഭിക്കും. അല്ലാഹു തആല അത്തരം സന്ദർഭങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, വല്ലദീന ആമനു, ഈമാനുള്ള ആളുകൾ മഹാന്മാരാണ്. ഈ മഹാന്മാരിൽ തന്നെ ഈമാനും സ്വാലിഹായ അമലുമൊന്നും ആർജിക്കുന്നതിന് മുൻപ് ഈമാനും സ്വാലിഹായ അമലുമുള്ള വ്യക്തികളുടെ നുത്ഫത്തിൽ നിന്ന്, ഇന്ദ്രിയത്തിൽ നിന്ന് പിറന്ന് വീണ് കഴിഞ്ഞാൽ അപ്പോഴേക്ക് ബഹുമാനം കിട്ടിയെന്നാണ്. പക്ഷെ ആ ബഹുമാനം കൊണ്ട് മാത്രം മതിയാക്കി നിർത്തിക്കളയരുത്. അത് പ്രായപൂർത്തി വരെ മാത്രമേ ഉള്ളൂ ആ അനുവാദം. പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ചാപ്റ്റർ വേറെയാണ്. അത് മുതൽക്ക് നമ്മൾ വിശ്വസിക്കേണ്ടത് വിശ്വസിക്കണം, കർമ്മങ്ങൾ ചെയ്യേണ്ടത് കർമ്മങ്ങൾ ചെയ്യണം. നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങളൊക്കെ ചെയ്തില്ലെങ്കിൽ ഈ വിശ്വാസത്തിന്റെ വോൾട്ടേജ്, ഈ കർമ്മത്തിൻ്റെതായ പ്രസരിപ്പ്, അതിൻ്റെതായ സന്തോഷം, അതിൻ്റെതായ ചൈതന്യം മുഖത്ത് നിന്ന് ഇല്ലാതെയാവുകയും ആ മനുഷ്യന്റെ ഹൃദയത്തിൽ കറുത്ത പാടുകൾ, അടയാളങ്ങൾ പതിയുകയും ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മഹത്വം ലഭിക്കുവാനുള്ള മാർഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈമാനും സ്വാലിഹായ അമലുമാണ്. മറ്റൊന്ന് ഈമാനുള്ള വ്യക്തികളുടെ കുടുംബത്തിൽ ജനിക്കലാണ്, അഹ്ലു ബൈത്തിന്റെ കുടുംബത്തിൽ ജനിക്കലാണ്. അത് മഹത്വത്തിന്റെ മറ്റൊരടയാളമാണ്. പിന്നെ ഇത് രണ്ടും ഉണ്ട് എങ്കിൽ നമുക്ക് ചെറിയൊരു അഭിമാനം, ഒരു സന്തോഷമൊക്കെ നമ്മുടെ ഖൽബിൽ ആകാവുന്നതാണ്. ബഹുമാനപ്പെട്ട വക്കീ റളിയല്ലാഹു അൻഹു, ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു, രണ്ടും വലിയ മഹാന്മാരാണ്. ഷാഫി ഇമാമിന്റെ ഉസ്താദാണ് വക്കീ റളിയല്ലാഹു അൻഹു. ഒരു ദിവസം ഫുളൈൽ ഇബ്നു ഇയാദും വക്കീഉം തമ്മിൽ സംഭാഷണം നടക്കുന്നു. വക്കീ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ മിസ്റിലാണ്. ഷാഫി ഇമാമിന്റെ ഖബറിന്റെ തൊട്ട് അപ്പുറത്ത് വലിയൊരു കുബ്ബയുള്ള ഖബർ കാണാം. വക്കീ ഇമാമിന്റെ ഖബറാണ്. ശകൗതു ഇലാ വകീഇൻ സൂഅ ഹിഫ്ളി ഫഔസാനി ബിതർകിൽ മആസി. ഷാഫി ഇമാമിനെ ഏറ്റവും ഉന്നതമായ പദവിയിലേക്ക് എത്തിച്ചത് അദ്ദേഹത്തിന്റെ ഗുരുവായ വക്കീ റളിയല്ലാഹു അൻഹു ആണ്. പിന്നീട് ഈ ശിഷ്യൻ ഗുരുവിനേക്കാൾ വലുതായി അറിയപ്പെട്ടു എന്നത് വേറെ കാര്യം. അപ്പോൾ നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ഉസ്താദ് ഇപ്പോഴും ഒന്ന് തന്നെ പഠിപ്പിക്കുകയായിരിക്കും. അതുകൊണ്ട് അയാളെ മഹത്വം കുറയൂല. നമ്മൾ ഗൾഫിലൊക്കെ പോയി വന്നു, ആരോ പറഞ്ഞു നമ്മളെ മദ്രസൊക്കെ മാറ്റിയിട്ടുണ്ട്, ബിൽഡിംഗ് ഒക്കെ കെട്ടിയിട്ടുണ്ട്, നിങ്ങൾ ജിദ്ദയിൽ നിന്ന് അയച്ച ക്യാഷ് കൊണ്ട് വലിയ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കി കാണാൻ പോയി. 1ാം ക്ലാസ് ഒച്ച കേൾക്കുന്ന ഒരു പരിചയമുള്ള ശബ്ദം, ആ നമ്മളെ പഴയ ഉസ്താദ്, ആ അത് ശരി, നിങ്ങൾ ഒന്ന് തന്നെ. ഞാൻ ഇപ്പോഴും ഒന്നിലാണ്. നമ്മുടെ ഓരോരോ വിധിക്കൊന്നും ഒരു കേടുമില്ല. 1ാം ക്ലാസ് ഏറ്റവും നല്ല ക്ലാസ്സാ. ആ ക്ലാസ്സിൽ നിന്ന് ആ കുട്ടികളെ കൈ പിടിച്ച് കിട്ടുന്ന പൊരുത്തം കൊണ്ടാണ് എല്ലാ ബർക്കത്തും ഉണ്ടാകുക. വക്കീ റളിയല്ലാഹു അൻഹു ഷാഫി ഇമാമിന്റെ ഉസ്താദാണ്. ആ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു എന്തൊരു ബഹുമാനാ വക്കീ റളിയല്ലാഹു അൻഹുവിനോട്. ആ വക്കീ റളിയല്ലാഹു അൻഹു ഫുളൈൽ ഇബ്നു ഇയാദ്, ഈ രണ്ട് മഹാന്മാർ തമ്മിൽ കാണുന്നു, ചോദിക്കുന്നു, എന്താണ് നിങ്ങളെ ശരീരം ഇങ്ങനെ തടിക്കുന്നത്? സത്യത്തിൽ
അള്ളാഹുവിനെ പേടിക്കുന്ന മനുഷ്യൻ കുറഞ്ഞ ഭക്ഷണമല്ലേ കഴിക്കൂ, വല്ലാത്ത ഭക്ഷണം കഴിക്കൂലല്ലോ. ഭക്ഷണം ഇങ്ങനെ കുറച്ച് കുറച്ച് ഉറക്കത്തിന്റെ അളവ് കുറക്കലാണല്ലോ മുഅ്മിനായ മനുഷ്യന്റെ ഒരു അടയാളം. വിശക്കുമ്പം കഴിക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പിന്നെ വയറ്റിന്റെ 1/3 മാത്രം ഖരപദാർത്ഥം, 1/3 വെള്ളം, 1/3 വായു, അങ്ങനെയുള്ളൊരു ക്രമീകരണം ഉണ്ടായാൽ ഗ്യാസ് കുറയും. ആശുപത്രിയിൽ വെറുതെ കാശ് കൊടുക്കേണ്ട ഗതികേട് വരില്ല. ഇവർ തമ്മിൽ സംഭാഷണം നടത്തുമ്പോൾ ചോദിച്ചു, നിങ്ങളെ തടി ഇങ്ങനെ എന്താ വർദ്ധിക്കുന്നത്? നിങ്ങള് സൂഫിസവും ലളിത ജീവിതവും ഒക്കെ പറയുന്ന ആളല്ലേ? അതിന് നൽകുന്ന മറുപടി, എന്റെ ശരീരം ഇങ്ങനെ തടിക്കുന്നത് ഭക്ഷണം കഴിച്ചിട്ടാണെന്ന് മനസ്സിലാക്കരുത്. എന്റെ മനസ്സിലുള്ള സന്തോഷം കൊണ്ട് ഫറഹം ബിൽ ഇസ്ലാം. ഇസ്ലാമിക സമൂഹത്തിലെ ചില ഉസ്താദുമാർ, ചില സാദാത്തുക്കൾ, ചില ആലിമീങ്ങൾ വല്ലാതെ തടിച്ച ആളുകൾ, ആ തടിച്ച ആളുകളെ ചൂണ്ടിക്കാണിച്ച് സദസ്സിലുള്ള 1-2 ആളിങ്ങനെ പറയുന്നുണ്ടാവുന്നത്, ഭക്ഷണം കുറക്കണം എന്നൊക്കെ പ്രസംഗിക്കുന്നുണ്ടെങ്കിലും അയാളെ തടി കണ്ടോ, ഒരു 10-200 കിലോ ഉണ്ടാവില്ലേ? നമ്മൾ വയലിന്റെ മജ്‌ലിസിലൊക്കെ ഒന്ന് ചെയ്യുന്ന പരിപാടി പ്രധാന സേവനാണ്. അദ്ദേഹം ഈ തടിക്കുന്നത് ഭക്ഷണം കഴിച്ചിട്ടാവണമെന്നില്ല. വിശന്നാ ഭക്ഷണം കഴിക്കണ്ടെന്ന് ഷെറവ് പറഞ്ഞിട്ടുമില്ല. വിശപ്പുണ്ടോ ഭക്ഷണം കഴിക്കാം, പക്ഷെ ആ കഴിക്കുമ്പോൾ അമിതമാകരുത്. അത് ഓരോരുത്തരുടെയും ഖദർ ഓരോന്നാണ്. നിനക്ക് തീരെ ഭക്ഷണം കഴിക്കാൻ സാധിക്കാതെ വരുന്നത് നിനക്ക് സ്മോക്കിംഗ് ഉള്ളത് കൊണ്ടാണ്. അതിന് നീ മറ്റേയാൾ തടിക്ക് നോക്കി അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. നീ പുകവലി നിർത്തിയാൽ നിനക്കും ഈ തടിയെല്ലാം കിട്ടും, ആവശ്യമുണ്ടെങ്കിൽ ഇരിക്കട്ടെ. അപ്പോ വക്കീൽ റളിയല്ലാഹു അൻഹു ഫുദൈൽ ബിൻ ഇയാദും തമ്മിലുള്ള ആ സംഭാഷണത്തിൽ അത് കടന്നു വന്നതായി ഔജസുൽ മസാലിക് എന്ന ഗ്രന്ഥത്തിൽ മുവത്തയുടെ ശറഹിൽ ആ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അപ്പൊ മഹത്വത്തിൻ്റെതായ ഒരു ചെറിയ ഒരു ആത്മസംതൃപ്തി ഇസ്ലാമിക സമൂഹത്തിന് ആവശ്യമാണ്. ഞാനൊരു മുസ്ലിമാണ്, അത് അഭിമാനത്തോടുകൂടി പറയാനും അഭിമാനത്തോടുകൂടി ഐഡന്റിറ്റി കീപ്പ് ചെയ്യാനും സമൂഹത്തിന് കഴിയണം. ഞാൻ മുസ്ലിമാണ്, അതിലൊരു സന്തോഷം നമുക്ക് വേണം. മഹത്വത്തിന്റെ ഒരു ചെറിയൊരു ഭാഗമാണ് നമ്മൾ ഇസ്ലാമായി എന്നത്. രണ്ടാമത്, അതിന്മേൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ നമ്മളെ ഗ്രേഡ് ഇങ്ങനെ വർദ്ധിച്ചു കിട്ടാൻ വേണ്ടി നമ്മൾ ഉത്സാഹിക്കണം. കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമഅക്ക് പള്ളിയിൽ പോയവരാണ് നമ്മൾ. ഇനി ഇൻഷാ അല്ലാഹ് നാളെ വെള്ളിയാഴ്ച ജുമഅക്ക് പോകാനുണ്ട്. നാളെ വെള്ളിയാഴ്ച ജുമഅക്ക് പോയാൽ നാം ഓതുന്ന ഒരു പ്രധാനമായ അധ്യായമുണ്ട്, സൂറത്തുൽ കഹ്ഫ്. ആ സൂറത്തുൽ കഹ്ഫിൽ കാണാം, വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമൂ ഫഖാലൂ റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്. ഖുർആൻ പറയുന്നു, വറബത്നാ അലാ ഖുലൂബിഹിം. അതാ അസ്ഹാബുൽ കഹ്ഫിന്റെ ഹൃദയത്തിൽ നാം സത്യവിശ്വാസത്തെ ഊട്ടിയുറപ്പിച്ചു, പിരിഞ്ഞു പോകാത്ത രൂപത്തിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നു. ഇദ് ഖാമൂ, അവർ സ്വയം തയ്യാറാവുകയും ഫഖാലു, പ്രഖ്യാപിക്കുകയും ചെയ്തു, റബ്ബുനാ, ഞങ്ങളുടെ രക്ഷകൻ, റബ്ബുസ് സമാവാതി വൽ അർദ്. തൗഹീദിലുള്ള ഉറപ്പാണ്. അത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഓതിയ അൽ കഹ്ഫ് ഈ വെള്ളിയാഴ്ചയും ഓതുന്നു. എന്തിനാണ്? ഗ്രേഡ് കൂടുതൽ ലഭിക്കാനാണ്. ഗ്രേഡ് ഇങ്ങനെ കൂടുന്നതാണ്. ഓരോ ദിവസവും നമുക്കിങ്ങനെ പദവികൾ വർദ്ധിക്കും. ഈമാൻ ഉണ്ടെങ്കിൽ വർദ്ധിക്കും. ഈമാൻ ഉണ്ടോ, പദവി ഇങ്ങനെ വർദ്ധിക്കും. അല്ലാഹു തആല ആ കൂട്ടത്തിൽ നമ്മളാക്കി തരും. അത്തർഗീബ് നോക്കൂ. നിസ്കാരത്തിന്റെ അധ്യായത്തിൽ ഒരു പ്രത്യേക ചരിത്രം പറഞ്ഞിട്ടുണ്ട്. ഞാൻ കിതാബിന്റെ പേര് കൂടി പറയുന്ന മുത്തഅല്ലിമീങ്ങളുടെ സദസ്സായതുകൊണ്ട് പറയാം. 2 വ്യക്തികൾ ഇസ്ലാമിൽ വന്നു. ഈ സദസ്സിൽ തന്നെ വന്ന ആളുകൾ ഇവിടെ ക്വിസ് മത്സരം നടക്കുന്നു. ക്വിസ് ഒക്കെ അങ്ങനെ ഉണ്ട് ഈ പരിപാടിയുടെ ഭാഗമായിട്ട്. എന്നാ ഞാൻ വേറൊരു ക്വിസ് എല്ലാവർക്കും കൂടി തരികയാണ്. അതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പങ്കെടുക്കാവുന്നതാണ്. പക്ഷേ ശബ്ദമുണ്ടാക്കാതെ അതിൽ പങ്കെടുത്താൽ മതി. നമ്മള് ജനിച്ചു, പല നല്ല ആളുകളെയും കാണാനുള്ള സന്ദർഭം ലഭിച്ചു. നമ്മളെ ബാപ്പ നമ്മയും കൊണ്ട് നല്ല മനുഷ്യന്മാരെ സമീപത്ത് പലതവണ കൊണ്ടുപോയി. വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ മർഹൂം ജീവിച്ചിരിക്കുന്ന കാലം അദ്ദേഹത്തിന്റെ സമീപത്ത് കൊണ്ടുപോയി. സ്വന്തം മകനെ ആ ഉസ്താദിന്റെ അടുത്ത് കൊണ്ടുപോയി മന്ത്രിപ്പിക്കുകയും ബർക്കത്ത് വാങ്ങുകയും ചെയ്ത ബാപ്പമാർ ഒരു പക്ഷേ ഈ മജ്‌ലിസിലുണ്ട്. അല്ലെങ്കിൽ ആ ഉസ്താദ് ദുആ ചെയ്ത് പൊരുത്തം ലഭിച്ച ആളുകൾ ഈ മജ്‌ലിസിലുണ്ട്, സംശയമില്ല. നല്ല ആളുകളെ സമീപത്ത് കൊണ്ടുപോയി പൊരുത്തം ഇങ്ങനെ വാങ്ങുന്നു. അല്ലാ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് രണ്ട് വ്യക്തികൾ ഇസ്ലാം മതം അവലംബിക്കുന്നു. ആ രണ്ട് വ്യക്തികൾ ഇസ്ലാമിൽ വന്നത് മുതൽ കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നു, ഇബാദത്തുകൾ ചെയ്യാൻ തുടങ്ങുന്നു. ഓരോ കർമ്മവും ഇങ്ങനെ ചെയ്യുന്തോറും ഈമാൻ ഇങ്ങനെ വർദ്ധിച്ച്, മുഖത്തിങ്ങനെ പ്രകാശം വർദ്ധിച്ചു വരികയാണ്. ആ രണ്ട് വ്യക്തികൾ ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു പറയുന്നു, ആ രണ്ട് വ്യക്തികളിൽ ഒരാൾ മരിക്കുന്നു, ഒരാൾ മരിച്ചു, മറ്റേയാൾ മരിക്കുന്നില്ല, മറ്റേയാൾ ഒരു കൊല്ലം കഴിഞ്ഞാ മരിക്കുന്നത്. ഈ രണ്ട് വ്യക്തികളും മരിക്കുന്നു. ഒരാൾ ഒരു കൊല്ലം മുമ്പ് മരിച്ചു. മരിച്ച ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ല വന്നു പറയുന്നു, യാ റസൂലല്ലാഹ്, ഇതാ രണ്ടാളും മരിച്ചു. ഈ രണ്ടാമൻ ആദ്യത്തെ ആളുടെ അടുത്തേക്ക് എത്തിയാൽ നന്നായിരുന്നു. ആദ്യം മരിച്ച ആളുടെ അടുത്തേക്ക് രണ്ടാമത്തെ ആൾ എത്തിയാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞാൽ ആദ്യം മരിച്ച ആളാണ് ആദ്യം സ്വർഗത്തിൽ എത്തിയിരിക്കുക. രണ്ടാമത്തെ ആള് രണ്ടാമതല്ലേ എത്തൂ. അപ്പൊ ആദ്യം പോയാണ് മെച്ചം, ആദ്യം പോയ ആളാണ് ഭാഗ്യവാൻ എന്ന് സൂചിപ്പിക്കുന്ന രൂപത്തിൽ ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ല പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഓ അസ്ഹാബിമാരെ, അങ്ങനെ പറയരുത്. ഈ രണ്ട് വ്യക്തികളിൽ നിന്ന് ഏറ്റവും വലിയ ഭാഗ്യമുള്ള ആൾ രണ്ടാമത് മരിച്ച ആളാണെന്ന് സദഖ റസൂലുള്ളാഹി. രണ്ടാമത് മരിച്ച ആളാ ഭാഗ്യമുള്ള ആൾ. എന്താ കാരണം? അവിടുന്ന് പറയുന്നു, അലാ, അറിയുക, ഹൽ സ്വാമ റമളാന ബഅദഹു. ആദ്യം മരിച്ച ആൾ മരിച്ചതിന് ശേഷം ഈ രണ്ടാമൻ ഒരു കൊല്ലത്തെ റമളാൻ അധികം കിട്ടിയില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. പിന്നെ ചോദിക്കുന്നു, ഹൽ സ്വല്ലാ ഈ രണ്ടാമത്തെ ആൾ ഒന്നാമനേക്കാൾ 6000 റക്അത്ത് അധികം നിസ്കരിച്ചില്ലയോ? ആദ്യം മരിച്ച ആൾ ആ മരിച്ച ആളെക്കാൾ 6000 റക്അത്ത് രണ്ടാമത്തെ ആൾക്ക് അധികമില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. സ്വഹാബത്തിന്റെ കയ്യിൽ കാൽക്കുലേറ്റർ ഇല്ലാത്തത് കൊണ്ട് കണക്ക് കൂട്ടാൻ താമസം വരികയിൽ ഇല്ല. കാരണം അറബികളാണ്, മനക്കണക്ക് വിദഗ്ധന്മാരാണ്. 17 തികയൂല. ഒരു ദിവസത്തെ റക്അത്ത് 17. 6000 റക്അത്ത് നിസ്കരിച്ചാൽ ഒരു ദിവസത്തേക്ക് ഓഹരി 16 ചില്ലാണേ കിട്ടൂ. കാരണം വെള്ളിയാഴ്ച ജുമഅ 2 ഉള്ളൂ. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ എങ്ങോട്ടെങ്കിലുമൊക്കെ യാത്ര പോകുമ്പോൾ ഖസർ, ജമ്മ്, ഇങ്ങനെ കുറച്ച് നിസ്കാരം കുറഞ്ഞു പോയിട്ടുണ്ടാവും. അതെല്ലാം കണക്ക് കൂട്ടിയിട്ട് അതെല്ലാം അതേ സമയത്ത് അതത് സമയത്ത് വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, എല്ലാം അല്ലാഹു നബിക്ക് ഇങ്ങനെ വഹി നൽകുന്നു. ഓരോന്നും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. സ്വഹാബിമാര് അതാത് കേൾക്കുന്നു. ഖൈറുക്കും മൻ താല ഉമറുഹു വകസുറ അമലുഹു, നിങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യൻ കൂടുതൽ കാലം ജീവിക്കുന്നവനാണ്. കൂടുതൽ കാലം ജീവിച്ചാൽ അത് ഭാഗ്യമാണ്, മഹത്വത്തിനുള്ള അടയാളമാണ്. കൂടുതൽ കാലം ജീവിക്കുകയും കൂടുതൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്താൽ അത് ഭാഗ്യത്തിന്റെ അടയാളമാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ഇനി ഏതെങ്കിലും ഒരാൾ കുറച്ച് ചെറിയ പ്രായത്തിൽ മരിച്ചു പോയാൽ അയാൾ മഹാനല്ല എന്ന് വിധിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേക കമ്മിറ്റി ഒന്നും ഉണ്ടാക്കണ്ട. നമ്മുടെ നാട്ടിലുള്ള മഹാന്മാർ ആരൊക്കെയാണ്? ഇന്നാളെ ഒരു ഉസ്താദ് മരിച്ചല്ലോ, 50ാമത്തെ വയസ്സിൽ പൊട്ടിത്തെറിച്ചു പോയതാണ്. അയാൾ മഹാനല്ല എന്ന് കുറച്ച്. വേറൊരാളുണ്ട്, നിസ്കരിക്കാത്ത നോമ്പ് ഓൽക്കാത്ത ഒരാളുണ്ട്, അയാൾ 90ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്. അയാൾക്ക് മഹത്വത്തിന്റെ ക്രെഡിറ്റിന്റെ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ അത് ഇഷ്യൂ ചെയ്യാനല്ല ഞാനിത് പറഞ്ഞു തരുന്നത്. അത് ചില ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറിയ പ്രായത്തിൽ മരണം നൽകി വലിയ മഹത്വങ്ങൾ നൽകാൻ അല്ലാഹുവിന് കഴിവുണ്ട്. സാധുക്കളായ നമുക്ക് തന്നെ ലൈലത്തുൽ ഖദർ നൽകിക്കൊണ്ട് അല്ലാഹു വലിയ മഹത്വം തരാൻ തീരുമാനിച്ചു. ലൈലത്തുൽ ഖദർ മഹത്വത്തിന്റെ രാത്രിയാണ്. ആ മഹത്വത്തിന്റെ രാത്രിയിലെ ഒരൊറ്റ ദിവസത്തെ ഇബാദത്ത് കൊണ്ട് 80 ചില്ലുവാനും കൊല്ലത്തെ ആരാധനയുടെ പ്രതിഫലം നൽകിക്കൊണ്ട് നമുക്ക് അല്ലാഹു മഹത്വം തരികയാണ്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹത്വത്തിന്റെ മാനദണ്ഡങ്ങളിൽ 1 ഇസ്ലാമായി ജനിക്കൽ, 2 ഈമാനും സ്വാലിഹായ അമലും വർദ്ധിപ്പിക്കൽ, 3 കൂടുതൽ കാലം ഇവിടെ നല്ല ഇബാദത്തോടുകൂടി ജീവിക്കൽ മഹത്വത്തിന്റെ മറ്റൊരു അടയാളമാണ്. ഇതെല്ലാറ്റിനും പുറമേ നമ്മൾ ഈ അധ്യായത്തിൽ ലുഖ്മാനുൽ ഹക്കീമിന് കിട്ടിയ പവർ ഇതൊന്നുമല്ല. ലുഖ്മാനുൽ ഹക്കീം കുറെ കാലം ജീവിച്ചു, നല്ല കർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ചു. അദ്ദേഹത്തിന് കിട്ടിയ പൊരുത്തങ്ങളിൽ പ്രധാനപ്പെട്ട പൊരുത്തം പരിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട്. വലഖദ് ആതൈനാ ലുഖ്മാനൽ ഹിക്മത അനിഷ്കുർ ലില്ലാഹ്
വമൻ യശ്കുറു ഫഇന്നമാ യശ്കുറു ലിനഫ്സിഹി വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്. ലുഖ്മാനുൽ ഹക്കീമിന് കിട്ടിയ വലിയ പവർ എന്താണ്? അദ്ദേഹം അള്ളാഹുവിനെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന നന്ദിയുള്ള ഒരു അടിമയായിരുന്നു. നന്ദിയുള്ള അടിമ, നന്ദിയോടുകൂടി കാര്യങ്ങൾ അനുസ്മരിക്കുന്ന ഒരു അടിമയായിരുന്നു. അള്ളാഹുവിനോടെപ്പോഴും സന്തോഷമാണ്, അള്ളാഹുവിനോടെപ്പോഴും സ്നേഹമാണ്. അള്ളാഹു തന്നില്ലല്ലോ, അങ്ങനെ ആക്കി കളഞ്ഞല്ലോ. ലുഖ്മാൻ കാണാൻ കുറിയ ആളാണ്, ചുണ്ട് അല്പം തടിച്ചാണ്, തലയിലാണെങ്കിൽ മുടി അവിടെയും ഇവിടെയും ഒക്കെയാണ്. അത്ര ഭംഗിയൊന്നുമില്ല, ഒരു ഭംഗിയുമില്ല. ആ ഭംഗിയൊന്നുമില്ലാത്ത മനുഷ്യൻ, പലപ്പോഴും അങ്ങനെയുള്ള ആളുകൾ കണ്ണാടിയുടെ മുമ്പിൽ പോയി ഇങ്ങനെ പറയും, വല്ലാത്തൊരു മട്ട ഒരു മനുഷ്യന്റെ മുമ്പിൽ എന്ത് സഹിക്കുക തന്നെ. എന്നിട്ട് കല്യാണത്തിനൊന്നും പോയില്ല, എല്ലാരോടും ഇങ്ങനെ നോക്കൂന്ന് പേടിച്ചിട്ട് കല്യാണത്തിന് പോകാതെ നിൽക്കുകയാണ്. വേറെ കുറെ ആളുകൾ പോകുമ്പോ അവരെ കൂടെ അങ്ങോട്ട് കൂടുകയാണ്, ഞാനുണ്ട്. അപ്പൊ നിങ്ങൾ ഇതുവരെ പോയില്ല, നിങ്ങൾ തൊട്ടടുത്ത വീടായിട്ട് ഇല്ല, ഞാൻ പിന്നെ 1-2 എൻഗേജ്മെന്റ് ഉള്ളത് കൊണ്ട് അങ്ങനെ അവിടെ നിന്നതാണ്. സംഗതി എൻഗേജ്മെന്റ് അല്ലത്. ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുമ്പോ ആളുകൾ ഏത് രൂപത്തിലാണ് എന്നെ കാണുക എന്ന ആ ബേജാറ് കൊണ്ട് ഇൻഫീരിയാരിറ്റി കോംപ്ലക്സ് എന്ന് പറയുന്ന അപകർഷതാബോധം, ആ ബോധം കൊണ്ട് ഇങ്ങനെ മാറി നിൽക്കുകയാണ്. അതിന്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ അള്ളാഹു തന്ന ഈ ശരീരത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുക, കണ്ണാടിയിൽ നോക്കിയിട്ട് അൽഹംദുലില്ലാ എന്ന ദിക്ർ ചൊല്ലുക, തലയിലെ മുടിയും താടിയും ഒക്കെ ചീർപ്പ് കൊണ്ടൊന്ന് ഒപ്പിക്കുക. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രാവേളയിൽ 5 സാധനങ്ങൾ സൂക്ഷിക്കാറുണ്ടായിരുന്നു. ഒരു കണ്ണാടി എപ്പോഴും ഉണ്ടാകും യാത്രയിൽ, ഒരു ചീർപ്പ് എപ്പോഴും ഉണ്ടാകും, ഒരു സുർമ കുപ്പി സാധാരണ പതിവാണ്, ഒരു മിസ്വാക്ക് ബ്രഷ് ഹബീബായ റസൂലുള്ളാഹിന്റെ കയ്യിൽ എപ്പോഴും അതുണ്ടാകും. അപ്പൊ പല്ല് തേക്കൽ എത്രയാണ് പല്ല് തേക്കേണ്ടത്? പല്ലിങ്ങനെ തേക്കുക തന്നെ. പക്ഷെ അത് റമദാനിൽ ഉച്ചയ്ക്ക് ശേഷം പറ്റുകയില്ല എന്ന് മാത്രം. അപ്പൊ ആ പല്ല് തേക്കൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു ബ്രഷ് ഉണ്ട്, ചീർപ്പ് എപ്പോഴും ഉണ്ടാകും. ആ ചീർപ്പ് കൊണ്ട് താടിയും മുടിയും ഇങ്ങനെ ഒപ്പിച്ച് റെഡിയാക്കി വെക്കും. ഒരു ദിവസം കണ്ണാടി കാണാതെ വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളത്തിന്റെ പ്രതലത്തിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ താടി ഒപ്പിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഇങ്ങനെ കാണുകയാണ്, കണ്ണാടി കാണുന്നില്ല. നമ്മളേതെങ്കിലും ഒരാൾ കണ്ണാടി കാണാത്ത സമയത്ത് വെള്ളത്തിൽ പോയി വെള്ളത്തിലേക്ക് നോക്കി ഇങ്ങനെ ചെയ്യുന്നത് കണ്ടാൽ സ്ത്രീ പറയും, ഓഹോ പോമാക്കുക അല്ലേ എന്ന് ഓള് പറയും. അത് സുന്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കാനിട്ടാ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. അപ്പോ നമുക്ക് ചെയ്യാൻ കഴിയുന്ന അലങ്കാരങ്ങളും ഭംഗിയും ഹലാലായ രൂപത്തിലൊക്കെ ചെയ്യുക. ഈ ശരീരം തച്ച് കേടുവരുത്തേ, അത് എങ്ങനെ ഞാനൊരു കുറിയ ആളായിപ്പോയി. ലുഖ്മാന് ആ വിചാരമൊന്നുമില്ല, നല്ല അടിമ, അള്ളാഹ്ക്ക് ഇങ്ങനെ ശുക്ർ ചെയ്യും, അള്ളാഹ്ക്ക് ഇങ്ങനെ ശുക്ർ ചെയ്യുന്ന അടിമയായിരുന്നു. എപ്പോഴും നമ്മൾ വർദ്ധിപ്പിക്കേണ്ട ഒരു പ്രധാനമായ പ്രാർത്ഥനകളിൽ ഏറ്റവും നല്ല പ്രാർത്ഥന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ ലോകത്ത് ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ഉടനെ അവിടുത്തെ വായിൽ നിന്ന് ആദ്യം വന്ന പ്രാർത്ഥന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അവിടുന്ന് വഫാത്താകുന്ന സമയം അവസാനമായി വായിൽ നിന്ന് വന്ന വാക്ക് അർ-റഫീഖൽ അലാ. പിരിഞ്ഞു പോകുമ്പോ നബി പറഞ്ഞ അവസാനത്തെ വാക്ക് അർ-റഫീഖൽ അലാ, എന്റെ കൂട്ടുകാരൻ എവിടെ? എനിക്കൊരു കൂട്ടുകാരനുണ്ടല്ലോ, ആ കൂട്ടുകാരനിലേക്ക് എന്നെ എത്തിക്കൂ. ആ കൂട്ടുകാരൻ ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് അസ്രായീൽ അലൈഹിസ്സലാമിന്റെ കൂടെ വന്ന ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ആ ജിബ്രീലിന്റെ കൂടെ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് വഫാത്തായത്. ആദ്യം ഭൂമിയിൽ വന്നിട്ട് നബി ചൊല്ലിയ ദിക്ർ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആ ദിക്ർ ഇങ്ങനെ വർദ്ധിപ്പിക്കുക. ലുഖ്മാനുൽ ഹക്കീം ആ ദിക്ർ വർദ്ധിപ്പിക്കുന്ന ആളായിരുന്നു. ഇത് ചൊല്ലിയാ പിന്നെ ടെൻഷൻ ഇല്ല, പ്രശ്നങ്ങളില്ല. ഭാര്യയോട് പറഞ്ഞു കൊടുക്കുക അൽഹംദുലില്ലാ ധാരാളമായി ചൊല്ലാൻ, ആ പ്രശ്നം ഉണ്ടാവില്ല. നമ്മളും ചൊല്ലുക. എങ്ങനെയുണ്ട് വിഷയങ്ങളൊക്കെ? അങ്ങനെ പോകുന്നു. ഇതാ നമ്മളൊക്കെ മറുപടി പറയാറുള്ളത്. എങ്ങനെയുണ്ട്? അങ്ങനെ പോകുന്നു. മുമ്പൊക്കെ ഉണ്ടായിരുന്നു സുഖം തന്നെ അല്ലേ, സുഖം തന്നെ, ഒരുവിധം സുഖം തന്നെ അങ്ങനൊക്കെ പറയും. ഇന്ന് അതൊക്കെ പോയി. ഇന്ന് ഒരുവിധം സുഖവും ഇല്ല, സുഖവും തീരെയില്ല. ആകല്ലത് അങ്ങനെ പോകുന്നു. എങ്ങനെ? അത് നിങ്ങൾ പറയണ്ട. ഒരു മകനുണ്ടായിരുന്നു, അവനെങ്ങനെ അയച്ചതാണ്, അതൊന്നും ശരിയായിട്ടില്ല. ഒരു മകളെ കെട്ടിരിച്ചു, അത് ബേജാറാണ്. പിന്നെ എന്നാളെല്ലാം കൂടി കുറെ ക്യാഷ് ഉണ്ടായിരുന്നു, അതെല്ലാം കൂടി കള്ളം വന്ന് തുറന്നു പോയി. പിന്നെ നമ്മൾ ഓരോരോ കഷ്ടപ്പാട് അങ്ങനെ ഉണ്ടല്ലോ. മുമ്പൊരാള് മഗ്‌രിബ് നിസ്കാരം
ജമാഅത്തിൽ പങ്കെടുത്തൊരു കഥ പറയാറുണ്ട്. അത്തഹിയ്യാത്തുൽ രണ്ടാമത്തെ അത്തഹിയ്യാത്ത് പോയി തുടർന്ന് നിസ്കാരം കണ്ട് തുടങ്ങി. ഒന്നാമത്തെ അത്തഹിയ്യാത്തുൽ തുടർന്ന് മഗ്രിബിന്റെ ഒന്നാമത്തെ അത്തഹിയ്യാത്തുൽ ഇമാമിന്റെ കൂടെ ജമാഅത്തിൽ പങ്കെടുത്താൽ ആ മനുഷ്യൻ 4 അത്തഹിയ്യാത്ത് ഓതേണ്ടി വരും. ഒന്നാമത്തെ അത്തഹിയ്യാത്തുൽ ഇമാമിനോട് പോയ ഒരാൾ തുടർന്നാൽ അയാളെ മഗ്രിബ് 4 അത്തഹിയ്യാത്ത് ഉണ്ടാവും. അയാൾ ആദ്യമായിട്ട് പള്ളിയിൽ പോയതുമാണ്. ആ 4 അത്തഹിയ്യാത്ത് കഴിഞ്ഞ് പോരുമ്പോൾ മോൻ പറഞ്ഞു, നമുക്ക് എവിടെ പോയാലും കഷ്ടപ്പാടാണ്. അതെന്താന്ന് ചോദിച്ചു. അത് നിങ്ങൾ പറയണ്ട. ഈ മഗ്രിബ് എത്ര അത്തഹിയ്യാത്ത്? 2. ശരി, അത് ഇമാമിനും 2, എല്ലാവർക്കും അങ്ങനല്ലേ ആണ്. എന്നാ എനിക്ക് 4 എണ്ണം കുടുങ്ങിയിട്ടുണ്ട്. ഇതാ നമ്മളെ കഷ്ടപ്പാടിന്റെ വിവരണങ്ങൾ. ഇത് കഷ്ടപ്പാടാണോ? ഇത് വലിയ സമ്മാനല്ലേ ഈ കിട്ടിയത്. പള്ളിയിൽ നമ്മൾ നിസ്കരിക്കാൻ പോയി. നിസ്കാരത്തിൽ പോയപ്പോൾ ഇമാം റുക്കുവിലേക്ക് പോവുകയാണ്. ആ പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? റുക്കുവിലേക്ക് പോയി കഴിഞ്ഞു, ഇഅ്തിദാലിൽ എത്തിയെങ്കിൽ നമ്മൾ വെറുതെ ഇനി ഇമാം സുജൂദെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരട്ടെ, വെറുതെ കഷ്ടപ്പെടണ്ടല്ലോ. എന്തൊക്കെ എന്റെ വർത്താനം അക്കറായത്തായിട്ട് പോകുന്നു. അങ്ങനെ ഉഷാറന്നല്ലേ. ഇതെല്ലാം കഴിഞ്ഞ് ഇമാം ഈ സുജൂദിന് കയറി വരുമ്പോ നമ്മൾ ഈ സുജൂദിൽ എന്താ നമ്മൾ പോകാത്തത്? ഇതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. അതുകൊണ്ട് എന്നാ ആ സുജൂദ് കൊണ്ട് ഗുണമുണ്ട്. ഒരു സുജൂദ് ഒരാൾ വർദ്ധിപ്പിച്ചാൽ അള്ളാഹുവിലേക്ക് ഒരു പദവി അയാൾ അടുക്കുന്നു. ഒരു പദവി അള്ളാഹുവിലേക്ക് അയാൾ അടുത്തു. ഒരു സുജൂദ് വർദ്ധിപ്പിച്ചാൽ, ഒരു ഫാത്തിഹ ഓതിയാൽ, ഒരു സൂറത്ത് ഓതിയാൽ, ഒരു ദിക്ർ ചൊല്ലിയാൽ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഒരു തവണ ചൊല്ലിയാൽ, അപ്പോൾ കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ ജീവിതത്തിൽ നിർവഹിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് ഞാൻ പറഞ്ഞ കിസ്. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി അദ്ദേഹത്തിന്റെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറയുന്നത് കാണാം. ഒരാൾ പള്ളിയിൽ കയറി അയാൾ ഖുർആൻ ഓതാൻ തുടങ്ങി. അയാൾ ഖുർആൻ ഇങ്ങനെ ഓതുമ്പോൾ രണ്ടാമനും പള്ളിയിൽ വന്നു. രണ്ടാമൻ പള്ളിയിൽ വന്നിട്ട് അവന് തോന്നി, എനിക്കും കുറെ ഓതണം. എനിക്ക് ഓതിയാ മാത്രം പോരാ, എന്റെ അടുത്തിരിക്കുന്നവനേക്കാൾ കൂടുതൽ എനിക്ക് ഓതണം. കുറച്ചുകൂടി വലിയൊരു മുസാഫ് എടുത്തു. ഏതായാലും വെല്ലുവിളിയുടെ കാലഘട്ടമാണല്ലോ. ഇരുന്നിട്ട് അങ്ങോട്ട് ഓതാൻ തുടങ്ങി. അവൻ ഓതിയിട്ട് എപ്പോഴാണോ എഴുന്നേറ്റ് പോകുന്നു, ഓൻ പോയിട്ട് ഞാൻ എഴുന്നേൽക്കും. അതുവരെ ഇരിക്കും. പടച്ച റബ്ബേ, ഇത് വേറെ ആരും കാണാൻ വേണ്ടിയല്ല, നിന്റെ വജ്ഹിന് വേണ്ടിയാണ്. അവനെനിക്ക് തോൽപ്പിക്കണം. ഹസദ് 3 ജാതിയുണ്ട്. ഒന്ന് ഹറാമായ ഹസദ്, മറ്റൊന്ന് സുന്നത്തായ ഹസദ്, പിന്നെ ഒന്ന് ജായിസായ ഹസദ്. 3 ഹസദുകൾ. ഭാഷാപരമായ തരംതിരിക്കലാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ യഥാർത്ഥത്തിലുള്ള ഹസദ് ഒന്നേ ഉള്ളൂ, അത് പാടില്ല. രണ്ടാമത്തെയും മൂന്നാമത്തെയും ഹസദുകൾ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെക്കാൾ മുന്നിലെത്തുക എന്ന വിചാരത്തോടുകൂടി നന്മകൾ പ്രവർത്തിക്കുന്നതിന് ചിലപ്പോൾ ഹസദ് എന്ന് പറയാറുണ്ട്. അതിൽപ്പെട്ടതാണ് ഇത്. ഒരാളൊരു വീടുണ്ടാക്കി, ആ വീട് പോലത്തെ ഒരു വീട് എനിക്കും വേണം എന്ന രൂപത്തിലൊരു വീടുണ്ടാക്കിയാൽ അത് അനുവദനീയമാണ്. ഒരാളൊരു വീടുണ്ടാക്കി ആ വീടൊന്ന് പൊളിഞ്ഞ് കിട്ടണം, അതൊന്ന് പൊളിയണം എന്ന് വിചാരിച്ചുകൊണ്ട് ഒരാൾ ഉണ്ടാക്കിയാൽ അത് ഹറാമാണ്. ഒരാൾ നിസ്കരിച്ചു, അയാളെ പോലെ എനിക്കും നിസ്കരിക്കണം എന്ന് ആഗ്രഹിച്ചാൽ അത് സുന്നത്താണ്. കൂലി കിട്ടും, അള്ളാഹുവിനോട് കൂലി കിട്ടും. ഇബാദത്താണ്, ഇബാദത്ത്. അതുകൊണ്ടാണ് അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവും അതാ ഒരു സദസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവരെ ചർച്ച ദുനിയാവിന്റെ മാർക്കറ്റ് വിവരമല്ല, കച്ചവടത്തിന്റെ ലാഭമല്ല ചർച്ച. ഏതെങ്കിലും ദുനിയാവിന്റെ കച്ചവടം അല്ല, സാധനങ്ങളുടെ വിലയല്ല ചർച്ച ചെയ്യുന്നത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവും അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവും രണ്ടും വലിയ മഹാന്മാരാണ്. അബൂ ഉബൈദത്തുൽ ജറാഹ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിക്ക് വലിയ ഇഷ്ടമുള്ള നേതാവാണ്. ഒരു കുട്ടി കിതാബ് ഓതി പഠിക്കാൻ വേണ്ടി നബിയുടെ ഹദറത്തിൽ വരുന്നു. അല്ലാഹുവിന്റെ ഹബീബായ നബി പറയുന്നു, നീ അബൂ ഉബൈദത്തുൽ ജറാഹിന്റെ അടുത്ത് പോയി പഠിച്ചോ. ആ കുട്ടിയതാ ബഹുമാനപ്പെട്ട അബൂ ഉബൈദത്തുൽ ജറാഹിന്റെ സമീപത്ത് പോവുകയാണ്. വലിയ ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് ആ ചിലടൊക്കെ ചോദിക്കുക, എന്റെ കുട്ടിയെ പറഞ്ഞേക്കണമെന്ന് ആഗ്രഹമുണ്ട്, എങ്ങോട്ട് അയക്കണം? ആ സമയത്ത് നല്ല ഉസ്താദുമാർ വിശ്വസ്തരായ മുദരിസുമാരുടെ അടുത്തേക്ക് കുട്ടികളെ പറഞ്ഞേക്കാറുള്ളത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദറത്തിൽ ഒരു കുട്ടി വന്ന് ചോദിക്കുന്നു, എനിക്ക് പഠിക്കാൻ പോകാൻ ആഗ്രഹമുണ്ട്, ഇസ്ലാമിനെ പഠിക്കാൻ ആഗ്രഹമുണ്ട്, എങ്ങോട്ട് പോകണം? അവിടുന്ന് പറയുന്നു, നീ അബൂ ഉബൈദത്തുൽ ജറാഹിന്റെ സമീപത്ത് പോയിക്കോ. അത്ര മഹത്വമുള്ള അബൂ ഉബൈദത്തുൽ ജറാഹ്
രണ്ടാമത്തെ വ്യക്തി ആരാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാനാണ്. സഹോദരന്മാരെ, വലിയ ഭാഗ്യമുള്ള ആളല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ റുഖിയ ബീവിയെ കല്യാണം കഴിച്ച ആ റുഖിയ മരണപ്പെട്ടപ്പോൾ നബിയുടെ തന്നെ മറ്റൊരു മകളായ ഉമ്മു കുൽസൂമിനെ കല്യാണം കഴിച്ച ആളാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാനും അബൂ ഉബൈദയും ഒരു മജ്ലിസിൽ ഇരിക്കുമ്പോൾ അവർ ചർച്ച ചെയ്യുകയാണ്. നമ്മൾ രണ്ടുപേരിൽ ആരാണ് കൂടുതൽ അമൽ ചെയ്തത്? നിങ്ങളാണോ ഞാനാണോ? ആരെയും ബോധിപ്പിക്കാൻ വേണ്ടിയല്ല. ഫസ്തബിഖുൽ ഖൈറാത്ത്, ഖൈറായ വിഷയങ്ങളിൽ മുന്നിലെത്തണമെന്ന ഒറ്റ വിചാരത്തിന്റെ പേരിൽ സംസാരിക്കുകയാണ്. ആ സമയത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ തോൽപ്പിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? ഖുലഫാഉർ റാഷിദീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട വലിയ നേതാവല്ലേ. തബൂക്ക് യുദ്ധം നടക്കുമ്പോൾ കഠിനമായ ഉഷ്ണമുള്ള സമയത്ത് സ്വഹാബത്തിന്റെ കയ്യിൽ വെള്ളമില്ല, മറ്റൊന്നുമില്ല. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഉള്ള ഗോതമ്പും സാധനവും ഒക്കെ നബിക്ക് നൽകിയ വലിയ മഹത്വമുള്ള ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ മദീനത്തു ചെന്നാൽ ഒരു കിണർ കാണാം. ആ കിണർ ജൂതന്മാരുടെ കയ്യിലായിരുന്നു. അത് മുസ്ലിമീങ്ങൾക്ക് വില കൊടുത്ത് വാങ്ങിക്കൊടുത്തത് ഉസ്മാൻ ഇബ്നു അഫ്ഫാനാണ്. ആ വലിയ മഹത്വമുള്ള ഉസ്മാനോട് അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, 3 വിഷയത്തിൽ നിങ്ങളെക്കാൾ ഞാനാണ് മുന്നിൽ. ഇത് നമ്മളുടെ ഈ ചർച്ച നടക്കണം. ഖൈറായ വിഷയങ്ങളിൽ മുന്നിലെത്തണമെന്നൊരു വിചാരം നമ്മുടെ മനസ്സിൽ വേണം. അത് മഹത്വത്തിന്റെ ഭാഗമാണ്, മഹത്വത്തിന്റെ അടയാളമാണ്. ഇതൊന്നും ആളെ വഞ്ചിക്കാനോ പൊട്ടീസാക്കാനോ ആകരുത്. മറിച്ച് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് പോകുന്ന സംഭാഷണങ്ങളായി മാറണം. ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കുള്ള സംഭാഷണങ്ങളായി രൂപപ്പെടണം. അങ്ങനെ രണ്ടാളും സംസാരിക്കുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അബൂ ഉബൈദയോട് ചോദിക്കുന്നു, ഏതാണ് 3 വിഷയത്തിൽ എന്റെ മുന്നിൽ നിങ്ങൾ എത്തുന്നു എന്ന് പറഞ്ഞ ഏതാണ് ആ വിഷയം? ബഹുമാനപ്പെട്ട അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇസ്ലാമിലെ ഏറ്റവും വലിയൊരു ഉടമ്പടി അഖബ ഉടമ്പടി, ബൈഅത്തുൽ അഖബ. ആ അഖബ ഉടമ്പടി മക്കയിൽ നടക്കുമ്പോൾ, ആ അഖബ ഉടമ്പടി നടക്കുമ്പോൾ അന്ന് നബിയുടെ അടുക്കൽ ഞാനുണ്ടായിരുന്നു. ഉസ്മാനെ, നിങ്ങളെ അന്ന് അവിടെ കണ്ടിട്ടില്ല. സമ്മേളനത്തിന്റെ പതാക ഉയർത്തുമ്പോൾ, അതുപോലൊരു വഅദിന്റെ തുടക്ക സമയത്ത് സദസ്സിൽ ഒരാൾ ഉണ്ടായാൽ അത് ഹസനത്തിൽപ്പെട്ടതാണ്. ഒരു ആലിമിന്റെ മുഖത്ത് നോക്കിയാൽ കൂലിയുള്ള അമലാണ്. മുസഹഫിലേക്ക് നോക്കിയാൽ കൂലിയുള്ള അമലാണ്. ഉമ്മാന്റെയും ബാപ്പാന്റെയും മുഖത്തേക്ക് നോക്കിയാൽ കൂലിയുള്ള അമലാണ്. 4 കൊല്ലം ഗൾഫിൽ ജീവിച്ചു ഒരു മകൻ, മറ്റേ മകൻ നാട്ടിൽ തന്നെ ജീവിച്ചു. നാട്ടിലുള്ള മകൻ ഉമ്മാന്റെയും ബാപ്പാന്റെയും മുഖം ഇടയ്ക്കിടെ പോയി കാണുന്നു, നോക്കുന്നു. ഉമ്മക്കും ബാപ്പക്കുള്ള ഖിദ്മത്തുകൾ ചെയ്യുന്നു, ഗുളിക വാങ്ങിക്കൊടുക്കുന്നു. ഗൾഫിലുള്ള മകൻ ഈ ഗുണം കിട്ടുന്നില്ല എങ്കിൽ ഈ 2 മക്കളും നാളെ മഹ്ശറയിൽ വരുമ്പോൾ, മീസാൻ എന്ന തുലാസിൽ ഹസനാത്തുകൾ ഉണ്ണുമ്പോൾ, ആ ഉമ്മാന്റെയും ബാപ്പാന്റെയും കണ്ണിലേക്ക് നോക്കി വെള്ളം കൊടുക്കുകയും മരുന്ന് വാങ്ങിക്കൊടുക്കുകയും ചെയ്ത ഈ നാട്ടിൽ ജീവിച്ച മകന് വലിയ ബർക്കത്തും പുണ്യവും അല്ലാഹു നൽകുന്നതാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് അബൂ ഉബൈദ പറയുന്നു, അഖബ ഉടമ്പടിയിൽ നിങ്ങളില്ല, ഞാനുണ്ടായിരുന്നു.